ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമസ്കാരം. നമുക്ക് 6:05 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പഞ്ചറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അസ്സാം വലൈക്കും, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഞാൻ ഷാജി റസാഖ്. ഞാൻ കളമശ്ശേരിയിലാണ് എൻ്റെ വീട്, എറണാകുളത്താണ്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു 5-6 മാസമായിട്ട് ഈ ബയോട്രിയം നെഞ്ചിലേറ്റിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത്രയും ആത്മാർത്ഥമായിട്ട്. ഞാനിപ്പോ ഇവിടെ പുതിയ വന്നിട്ടുള്ള ആൾക്കാരെ, നമ്മുടെ പുതിയ ഇപ്പോ ഗസ്റ്റുകൾ വിളിച്ചിട്ട് പല ആൾക്കാരും ഇവിടെ പുതിയതായിട്ട് കയറിയിട്ടുണ്ടാവാം. അപ്പൊ ഇത് എന്തൊരു സെക്ഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് ഈ ബയോട്രി എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് 2007 നമുക്ക് ആരംഭിച്ചത്. ഈ ഒരു കമ്പനി ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു പുതിയ ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരുന്നത്. അത് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്. ഇതിന്റെ മഹത്തരമായ നമ്മുടെ ഈ കമ്പനിയുടെ ഓണർ എന്ന് പറയുന്നത് സയന്റിസ്റ്റ് ഡോക്ടർ സാഗർ ജോഷി സാറാണ്. 2 ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള വ്യക്തിയാണ്. ബയോമാഗ്നറ്റിസത്തിലും നാനോ ടെക്നോളജിയിലും ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിലുള്ള ട്രീറ്റ്മെന്റും അതിനോടനുബന്ധിച്ച ബയോമാഗ്നറ്റിക് തെറാപ്പി പ്രൊഡക്ട്സ് ഉപയോഗിച്ച ആൾക്കാരുടെ റിസൾട്ട്സ്, അനുഭവം വന്ന ആൾക്കാരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മളെല്ലാവരും ഇവിടെ കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ നീട്ടി വലിച്ച് സംസാരിക്കുന്നില്ല. പുതിയതായിട്ട് വന്ന എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരോട് ഈ സെഷന് ശേഷം ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഞാൻ നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ നമുക്ക് ഈ ഒരു മഹത്തായ ഒരു സ്ഥാപനം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും ഉയരാൻ പറ്റുന്ന വലിയൊരു മേഖലയെ പരിചയപ്പെടുത്തിയ മനോജ് സാറിന്റെയും എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും, ഇന്ന് ഈ സൂമിലുള്ള എല്ലാ ലീഡേഴ്സിനെയും ഞാൻ വളരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാണ്. ചെറിയൊരു മൗന പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. 2 സെക്കൻഡ് ജസ്റ്റ് ഒരു പ്രാർത്ഥന. താങ്ക് യു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഇവിടെ ഈ ബയോട്രിയം എന്ന് പറയുന്ന മഹത്തായ പ്രോഡക്റ്റിന്റെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ബയോമാഗ്നറ്റിക് തെറാപ്പി പ്രൊഡക്ട്സിന്റെ ഉപയോഗിച്ച അനുഭവം കിട്ടിയുള്ള ആൾക്കാരാണ് അനുഭവം പറയാൻ പോകുന്നത്. അപ്പൊ ഓരോരുത്തരായിട്ട് വരിക, പെട്ടെന്ന് പറയുക. അതില് എന്റെ ഫസ്റ്റ് അനുഭവം ഞാൻ തുടക്കം കുറിച്ച് ഞാൻ പറയാം. അപ്പൊ വരുന്ന ആൾക്കാര് തീർച്ചയായിട്ടും അവരുടെ പേര് പറയുക, അവരുടെ സ്ഥലം പറയുക, അവരാരാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് അനുഭവമാണ് കിട്ടിയത്, അതല്ല നിങ്ങൾ മൂലം മറ്റുള്ള ആൾക്കാർക്ക് എന്താണ് അനുഭവം കിട്ടിയിരിക്കുന്നത്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പറയുക. ഇതെല്ലാം ഒരു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയില്ല. നിങ്ങൾ മനസ്സിൽ നിന്ന് എത്ര ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാര്, അനുഭവം കിട്ടിയിട്ടുള്ള ആൾക്കാര് തന്നെത്താൻ മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നിട്ട് പറയണം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ ധാരാളം ആൾക്കാർക്ക് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നുള്ള ഓർമ്മ എപ്പോഴും മനസ്സിലിരിക്കണം. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ തീർച്ചയായിട്ടും മുന്നിലേക്ക് വന്നിട്ട് എല്ലാവരും പെട്ടെന്ന് കൂടുതൽ അനുഭവങ്ങളിലേക്ക് നമുക്ക് കിടക്കുക. അപ്പൊ എന്റെ ഫസ്റ്റ് അനുഭവം ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, എന്റെ പേര് ഷാജി റസാഖ്. ഞാൻ കളമശ്ശേരിയിലാണ്. എനിക്ക് ഒരു 5-8 വർഷം മുമ്പ്, 5-6 വർഷമായിട്ട് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം, കൈകാല് വേദന, കാലുമുട്ട് വേദന, പിന്നെ വെരിക്കോസ് വെയിൻ പ്രോബ്ലംസ്, യൂറിനറി പ്രോബ്ലംസ്, എന്തിനു പറയുന്നത് തുറന്നു പറയാണ്, സെക്ഷൽ പ്രോബ്ലംസ് അടക്കം തുറന്നു പറയുകയാണെങ്കിൽ. അങ്ങനെയുള്ള ഒരു അനുഭവം എനിക്ക് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആള്, അലോപ്പതി ഒഴിച്ച് മറ്റുള്ള കുറെ ചികിത്സകൾ ഞാൻ ചെയ്തിരുന്നു. ഈ ചെയ്തിരുന്ന സമയത്തൊക്കെ തൽക്കാലം അത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസം വരുന്നല്ലാതെ പെട്ടെന്ന് ഇത് നിർത്തുന്ന സമയത്ത് വീണ്ടും ഇത് പിന്നീടും തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം, നമ്മുടെ ഈ ബയോമാഗ്നറ്റിക് തെറാപ്പി പ്രൊഡക്ട്സ് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് എന്താ പറയാ, 1 മാസം പോലും എടുത്തില്ല എനിക്ക് ഏറ്റവും നല്ല ആരോഗ്യത്തിലേക്കും, എന്തിനു പറയുന്നു, തുറന്നു പറഞ്ഞ പറയാണ്, എന്റെ പഴയ സൗന്ദര്യം വരെ തിരിച്ചിട്ടില്ല എനിക്ക്. ഞാൻ അത്ര ഹാപ്പിയിലാണ് ഞാൻ. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിലെ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ആരോഗ്യം. ആരോഗ്യം മാത്രം മതിയോ? സാമ്പത്തികവും വേണം. സാമ്പത്തികം മാത്രം മതിയോ? സമാധാനം, സന്തോഷം വേണം. ഇതെല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ഇത്രയും മഹത്തരമായ, പറയുന്ന സമയത്ത് സത്യം കോരിത്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഗൂസ് ബംസ് വന്നുകൊണ്ടിരിക്കുകയാണ്, രോമാഞ്ചം ഇപ്പൊ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനുഭവങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ രോമാഞ്ചം വന്നു തുടങ്ങി. പക്ഷെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്ക് 2-3 സ്പോട്ട് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ റിസൾട്ട്, എനിക്ക് കിട്ടിയുള്ള റിസൾട്ട് അടക്കം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ബാക്കിയുള്ള നിങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ എല്ലാവരും കിടക്കുക. എന്നിട്ട് എനിക്ക് ഇതിനു മുമ്പ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, പ്രഷർ, പ്രമേഹം, ശ്വാസമുട്ട് അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ധാരാളം റിസൾട്ട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ധാരാളം റിസൾട്ട്സ്. പക്ഷെ അത് മാത്രമല്ലല്ലോ നമുക്ക് ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ട്രെയിൻ അനുഭവം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വീണ്ടും ഞാൻ പറയുന്നത് കേട്ടോ.
അപ്പൊ ഇത് കണ്ണൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ട്രെയിനിൽ ധാരാളം ആൾക്കാരായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ്. അപ്പൊ എന്താ എന്റെ മുമ്പിൽ ഒരു മോൻ ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചിങ്ങനെ പിടിച്ചിട്ട് ഒരു വിമിഷ്ടം കാണിച്ചു. ഈ വിമിഷ്ടം കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോനെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ അത് ഒന്നുമില്ല അങ്ങളെ, എനിക്ക് ശ്വാസം മുട്ട് വരാറുള്ളതാണ്, അപ്പൊ എനിക്ക് ഇപ്പൊ ഒരു വിമിഷ്ടം വരുമ്പോൾ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല അങ്ങളെ എന്ന് പറഞ്ഞു. ഞാനപ്പം എന്ത് ചെയ്തു, എന്റെ കയ്യിലുണ്ടായിരുന്ന റിസ്റ്റ് ബാൻഡ് ഞാൻ എടുത്തിട്ട് ആ കുട്ടിയുടെ കയ്യിൽ കെട്ടി കൊടുത്തു. റിസ്റ്റ് ബാൻഡ് എടുത്ത് കൈ കുട്ടി കൊടുത്തു. വെള്ളം നമ്മുടെ മാഗ്നറ്റൈസ് വാട്ടർ ഞാൻ കുടിക്കാൻ ഒരു 3-4 തവണയായിട്ട് ഞാൻ കുടിക്കാനും കൊടുത്തു. സത്യം പറയാതെ എന്റെ സഹോദരങ്ങളെ 5 മിനിറ്റ് പോലും എടുത്തില്ല ആ കുട്ടിയുടെ ആ ഒരു വിമിഷ്ടം മാറി, ശ്വാസം മുട്ട് മാറി, ആസ്മ എന്ന് പറയുന്ന അസുഖം മാറി. 5 മിനിറ്റ് പോലും എടുത്തില്ല. അപ്പൊ അത് ഒന്നാമതൊരു അനുഭവമാണ്. രണ്ടാമതൊരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ, പട്ടാമ്പിയിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എറണാകുളത്തേക്ക് വരാൻ പോവുകയാണ്. വരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഈ പറഞ്ഞ പോലെ തല ഇങ്ങനെ പിടിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ കുട്ടി ചെറിയ അത്രയും കരച്ചാണ്. അപ്പൊ ഞാൻ അടുത്തുള്ള ആ കുട്ടിയുടെ സുഹൃത്തിനോട് ചോദിച്ചു എന്ത് പറ്റി മോനെന്ന് ചോദിച്ചപ്പോ ഇല്ല അങ്ങൾ അത് അവൾക്ക് മൈഗ്രെയിൻ വരാറുണ്ട്, അപ്പൊ അത് മൈഗ്രെയിൻ ഇപ്പൊ ഇളകിയിട്ടുണ്ട്, മൈഗ്രെയിൻ ഇപ്പൊ തലവേദന തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ കുട്ടി എന്റെ കൂടെ ഞാൻ പോകാൻ പോകുന്ന ഒരു 8:30 മണിക്കാണ്, വൈകിട്ട് 8:30 മണിക്കാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. ആ ട്രെയിനിൽ ആ കുട്ടി തീർച്ചയായിട്ടും എറണാകുളം വരെ എന്റെ കൂടെ എത്തേണ്ട കുട്ടിയാണ്. ആ കുട്ടി ആ ഒരു അവസ്ഥയിൽ എറണാകുളം വരെയോ അല്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരെ ആ കുട്ടി തീർച്ചയായിട്ടും തലവേദന വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ നമ്മുടെ അതേപോലെ തന്നെ ഞാൻ റിസ്പാൻഡ് ആ കുട്ടിയുടെ നെറ്റിയിൽ കെട്ടി കൊടുത്തു, നമ്മുടെ മാഗ്നറ്റൈസ് വാട്ടർ കൊടുത്തു. വെറും 5 മിനിറ്റ് ആ കുട്ടിക്ക് തീർച്ചയായിട്ടും പരിപൂർണമായിട്ട് തലവേദന മാറി. എന്നെ വന്നിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം തമ്മിൽ മാത്രം ഒരു കിസ് തമ്മിലാന്ന് മാത്രം. അത്രയും സന്തോഷത്തിലായിരുന്നു കുട്ടി. എന്താ അങ്ങള് ചെയ്തു, അങ്ങൾ എന്താ ചെയ്തു, അങ്ങൾ എനിക്ക് എന്താ തന്നെന്ന് വരെ ചോദിച്ചിട്ട് അത്രയും ആഹ്ലാദത്തിലായിരുന്നു. ഇനി അടുത്ത ഞാൻ എന്റെ ഒരു ലാസ്റ്റ് എനിക്ക് ഇപ്പൊ ഒരാഴ്ച 2 ആഴ്ച മുമ്പ് ഞാൻ മലപ്പുറത്ത് ഞാൻ പോയപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്പോട്ട് റിസൾട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മലപ്പുറത്ത് ഒരു 4-5 ദിവസം ഞാൻ അവിടെ നിന്നിരുന്നു. ഞാൻ നിന്നിരുന്ന സമയത്ത് എനിക്ക് ആ 4 ദിവസങ്ങളിൽ ഞാൻ 35-40 പേർക്ക് ഞാൻ പ്ലാൻ കൊടുത്തു, ഡെമോ കൊടുത്തിരുന്നു. ഈ ഡെമോ കൊടുക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു 14 പേർക്ക് ഞാൻ പ്ലാൻ കൊടുത്തു. 14-15 പേർക്ക് ഞാൻ പ്ലാൻ കൊടുത്തു. അതില് ഡെമോ കൊടുക്കുന്ന സമയത്ത് ഒരു നല്ല തടിയുള്ള ആൾക്കാര്, നല്ല ഹൈറ്റും തടിയുള്ള ആൾക്കാർ 2-3 പേരുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏതോ 1-2 ആൾക്കാർക്ക് കൊടുത്തപ്പോ ഞാൻ ഡെമോ കൊടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ പറ്റിയുണ്ട്, നടുവിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനത് തുറന്നുകൊണ്ടിരുന്നു. നമ്മുടെ ജോലി തുറന്നുകൊണ്ടിരുന്നു. വൈകിട്ട് റൂമിൽ പോയി ഞാൻ കിടന്ന് ഒരു 10-10:30 കിടന്ന് ഉറങ്ങി. ഒരു 2-2:30 ആയപ്പോൾ ഞാൻ യൂറിൻ പാസിനെന്ന് വെച്ചിട്ട് ഞാൻ എണീറ്റപ്പോൾ സത്യം സഹോദരങ്ങളെ എനിക്ക് എന്റെ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ ബെഡിൽ നിന്ന് എനിക്ക് അത്രയും കഷ്ടപ്പെട്ട് ഒറ്റടിക്കാൻ പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു, ഇതെന്താ പറ്റിയത് എനിക്ക് എന്നുള്ള രീതിയായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ഞാൻ ചുമരിട്ട് പിടിച്ചിട്ടാണ് ഞാൻ ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പോയത്. ഞാൻ യൂറിൻ ചെയ്തു. പക്ഷെ ടോയ്ലറ്റിൽ എത്തിയപ്പോ എന്താ എനിക്ക് സമാധാനം തോന്നിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഇത്രയും നല്ലൊരു സംഭവം എന്റെ കയ്യിലുണ്ടല്ലോ, ബയോമാഗ്നറ്റിക് തെറാപ്പിയുടെ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, പില്ലോ പാഡ് ഉണ്ട്, വാട്ടർ എനർജി പാഡ് ഉണ്ട്, നീ എന്തിനാണ് പേടിക്കുന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. ഞാൻ ഉടനെ തന്നെ ഞാൻ ഫോട്ടോസൊക്കെ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഞാൻ പില്ലോ പാഡും ബയോമാഗ്നറ്റിക് നമ്മുടെ മാട്രസും വാട്ടർ എനർജി പാഡും നമ്മുടെ മുതുകിൽ ഞാൻ അങ്ങനെ കെട്ടി വരിഞ്ഞു വെച്ചു. സത്യസത്യത്തിൽ അങ്ങനെ ഒരു ഉളുക്കോ വേദനയുള്ള സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ഉറപ്പായിട്ടും എന്തായാലും അദ്ദേഹത്തിന് ഒരു 4-5 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം ആ വേദനയും കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഉഴിച്ചിലും പിടിച്ചിലിനൊക്കെ പോകേണ്ടി വരും. പക്ഷെ 5 മിനിറ്റ് 10 മിനിറ്റ് പോലും എടുത്തില്ല. എന്റെ ആ ഒരു വേദന എവിടെ പോയി എന്നറിയില്ല. എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു, ഇരിക്കാൻ പറ്റില്ലായിരുന്നു, കിടക്കാൻ പറ്റില്ലായിരുന്നു, നടക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലുണ്ടായിരുന്ന ആ വേദന എവിടെ പോയിന്ന് പോലും എനിക്ക് അറിയത്തില്ല സുഹൃത്തുക്കളെ. അത് അത്രയും വലിയ അനുഭവങ്ങളാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ആദ്യത്തെ ആൾ സംസാരിക്കൂ. എന്റെ അനുഭവം ഞാൻ പറഞ്ഞു തരും. ഞാൻ സലീം കൊടുങ്ങല്ലൂരാണ്. ഞാൻ അലീക്കാട് ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. അലീക്കാട് മിക്ക ആളുകളൊക്കെ അറിയുന്നവരാണ്. അപ്പൊ ഞാൻ ഇന്ന് പറയുന്ന വിഷയം പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ഒരു തിരിച്ചറിവിന് വേണ്ടി പറയുന്നതാണ്. ഞാനൊരു സ്ഥലത്ത് ഒരു വർക്കിന് പോയത് ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യത്തിനാണ്. പക്ഷെ അവിടെ ചെന്ന് ഞങ്ങൾ തമ്മില് സംസാരിച്ചു. ഇതിനെപ്പറ്റി സംസാരിച്ചു വന്ന സമയത്ത് ഭാര്യ ായിരുന്നു, ഭർത്താവ് കസേരമേലിരിക്കുന്നു, ഞാൻ കസേരമേലിരിക്കുന്നു. കറക്റ്റായിട്ട് കേൾക്കണം ഞാൻ പറയുന്ന വിഷയം. പെട്ടെന്ന് ഈ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ ഇടിഞ്ഞൊഴിഞ്ഞ് വീഴുക. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞാല് ഈ
ഇയർ ബാലൻസ് തെറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് ആദ്യം മനസ്സിലായത് ഞാൻ എന്റെ വണ്ടി ആംബുലൻസ് വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുകയാണ്. അപ്പൊ ഭർത്താവ് പറയുന്നത് വേണ്ടക്ക, ഇത് എന്റെ ഭാഗത്തിലുള്ളതാണ്, ഇയർ ബാലൻസ് തെറ്റി വീഴാറുണ്ട്. അപ്പോ ഇത് കുറെ വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നത്, ഇയർ ബാലൻസ് കഴിച്ച് മറ്റു പല അസുഖങ്ങളും എന്റെ ഭാര്യക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ ഭർത്താവ് ഇങ്ങനെ പൊക്കി കൊണ്ടുപോയി ഡിസ്റ്റൻസ് ആണ് ഇവർക്ക്. വന്നപ്പോ ഞാൻ പറഞ്ഞ് മോനെ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്റെ കൈമന്ന് ഈ സാധനം അടിച്ചു ആ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് കൊണ്ട് അയാൾ കെട്ടിയിട്ട് ശരിയായില്ല. അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ തന്നെ കെട്ടിക്കൊടുത്തു. അപ്പൊ അങ്ങനെ പുള്ളി, അപ്പൊ എനിക്ക് ആകെ മാനസികമായിട്ട് പ്രയാസമായി. നമ്മൾ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളത്. അത് എനിക്കറിയാം ഇത് റിക്കവർ ആവും എന്നുള്ളത്. ഞാൻ പറഞ്ഞ അരമണിക്കൂറിനുള്ളിൽ ഇത് റിക്കവർ ആയി വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറയുകയാണ്, ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് പോക്കാണ്, കഞ്ചാവിടെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് പോക്കാണെന്ന് ഫൈസൽ പറയുന്നത്. അപ്പൊ ഞാൻ ഇതുകൊണ്ട് എന്തായാലും നല്ലൊരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി സംസാരം തുടങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന കഞ്ചാവി എന്ന് പറയുന്ന ഇയർ ബാലൻസേറ്റി തേങ്ങാക്കോല വെച്ചിട്ട് പറയുന്ന വ്യക്തിയുണ്ട്. ഈ സാധനം തലമെന്ന് അഴിച്ച് കയ്യിൽ ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ട് വന്നേക്കുന്നു. ശരിക്കാ ഇതെന്താ അത്ഭുതമാണിത്. എനിക്ക് ഇത് വന്നു കഴിഞ്ഞാല് ഇന്നത്തെ ഒരു ദിവസം പോക്കാണ് എന്റെ തലയുടെ, ഒന്നും ചെയ്യാൻ കഴിയില്ലാത്തൊരവസ്ഥ ഒരു അസുഖമാണ് എനിക്കിത്. ഇതെന്താ അത്ഭുതം എന്ന് ചോദിച്ചപ്പോഴാണ് നമുക്ക്, അതായത് അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഒന്ന് വേറെ എന്നുള്ളതാണ്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അതായത് 5 മിനിറ്റിനുള്ളിൽ ഇയർ ബാലൻസ് തെറ്റി വീണ വ്യക്തി ഈ നമ്മുടെ റിസ്റ്റ് പാഡ് തല കെട്ടി കൊടുത്തിട്ട്, തല കെട്ടാന്ന് പറയുമ്പോൾ നമ്മൊരു കാര്യം ശ്രദ്ധിക്കണം, അത് സ്റ്റൈലിൽ പറ്റുന്നതല്ല. ആ പാഡ് ഭാഗം നമ്മുടെ തലയുടെ ബാക്കിൽ വരണം എങ്കിലേ നമുക്കത് റിക്കവർ ആവുള്ളൂ. ഫ്രണ്ടിലാണ് നമുക്ക് വേദന തോന്നിക്കുന്നത്, പഴയ തലച്ചോറിന്റെ പ്രവർത്തനം കംപ്ലീറ്റ് ബാക്കിലാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കെട്ടിക്കണം എന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയാണ്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് 33 ദിവസം ഉപയോഗിച്ച് പാർക്കിൻസൺസും സന്ധിവാദമുള്ള BS നഴ്സ് ആണ് അവര് ഈ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ച് 33ന്റെ അന്ന് എന്നോട് പറയുകയാണ്, സാറേ ഞാൻ മരിച്ചാന്ന് നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് പാർക്കിൻസൺസും സന്ധിവാദവും 33 ദിവസം കൊണ്ടാണ് മാറുന്നത്. വർഷങ്ങളോളമായിട്ട് അവർ BS നഴ്സാണ്. അപ്പൊ അവർക്ക് ഈ പാർക്കിൻസൺസും സന്ധിവാദവും മാറി കൈയുടെ വിരലൊക്കെ കറക്റ്റ് നേരെ വന്നുള്ളതാണ്. കാലിന്റെ വിരലൊക്കെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിരുന്നുള്ളതാണ്. അപ്പൊ അത് അന്ന് നമ്മുടെ മോർ പൗഡറുമായിട്ട് അവരിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടാ, ആ കാലഘട്ടത്തിലാണ്. അപ്പോ ഇവരിത് ഉപയോഗിച്ച് 33 ദിവസം കഴിഞ്ഞ് 37ന്റെ അന്ന് ശബരിമലക്ക് പോകാൻ അവർ തീരുമാനിച്ച് അവരുടെ മക്കൾ UK വന്നിട്ടുണ്ട്. അങ്ങനെ ശബരിമലക്ക് പോയി വന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവരെ കണ്ടു. അപ്പൊ അവര് UK പോയ സമയത്ത് കൊണ്ടുപോയി ഉപയോഗിച്ചിരുന്ന ആളുകളാണ്. പക്ഷെ ഇവര് ശബരിമലയിലൊക്കെ പോയി വന്ന് ഇവർക്ക് റിസൾട്ട് ഒക്കെ കിട്ടി വന്നപ്പോ പിന്നെ ഇതിനോടൊരു മൈൻഡ് ഇല്ലാണ്ടായി. അതായത് നെയ്ച്ചോറ് ഇറച്ചും ബിരിയാണിയൊക്കെ എല്ലാ ദിവസവും നിന്നും ഒരു മടുപ്പ് തോന്നൂലേ എന്ന പോലെ അവർക്ക് പിന്നെ അവരത് ഉപയോഗിക്കാതെ സമയത്ത് അവർക്ക് പിന്നീടും ചെറിയ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവര് എന്നെ വിളിച്ച് ഞാൻ ചെന്ന് സംസാരിച്ച സമയത്ത് സാധനമൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കാം, എന്താണ് നമുക്ക് നല്ല ആരോഗ്യം കിട്ടി. അപ്പൊ ഞാൻ ചോദിച്ച അവരോട്, ഐഷ മേഡം ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എല്ലാ ദിവസവും ചായ കുടിക്കും, എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കും. എന്തിനാണ് കഴിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് വിശപ്പ്, നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഊർജം, നമുക്കൊരു ദിവസം നിലനിൽക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് വിശക്കുമ്പോൾ നമ്മളിത് കഴിക്കില്ലേ? നമ്മൾ എല്ലാ സുഖവാസങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെയാണ് ശരീരത്തിനും കിട്ടേണ്ടതായിട്ട് സർക്കോഡിയൻ സിസ്റ്റം കറക്റ്റ് ആവാനായിട്ടാണ് നമ്മൾ ഇത് മേടിച്ചിരിക്കുന്നത്. നമ്മളെ ആ കോശങ്ങൾ കൊണ്ട് വിശപ്പുണ്ടാവൊക്കെ അതിനൊന്നും കൊടുക്കാണ്ടാവുന്ന സമയത്ത് അത് ടയേർഡാവും. അങ്ങനെയാണ് നമ്മൾ ടയേർഡാവുന്നത്. അതുകൊണ്ട് ദൈവത്തിന് ഓർത്തിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു കുടുംബ ഡോക്ടറാണ്, ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിച്ചോ. നിങ്ങൾക്ക് 25 കൊല്ലം ഭക്ഷണം കഴിക്കാമെന്നുണ്ടെങ്കിൽ 25 കൊല്ലം നിങ്ങൾ ഉപയോഗിക്കാൻ വേണം, ആയുസ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്ന വ്യക്തികൾ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും നമ്മൾ വേണ്ടത് കറക്റ്റായിട്ട് ഉപയോഗിപ്പിക്കുക. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ പിന്നെ അതിന് വില വെക്കൂല. അതങ്ങനെയാണ് മനുഷ്യനെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാലും നമ്മളാ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അപ്പൊ നമ്മൾ പഴയതൊക്കെ അങ്ങോട്ട് മറന്നു പോവുകയാണ്.
ആ മരുന്ന് നമുക്ക് വരാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട പാർട്ട്നേഴ്സ്, നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലുള്ള ആളുകളെ പോലെയാണ് നമ്മൾ പെരുമാറുന്നതും പ്രവർത്തിച്ചു പോരുന്നതും. അതായത് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു അമൃതാണ്. അമൃതിനേക്കാൾ വാല്യൂ ഉള്ള സാധനമാണ്. അത് അതിന്റെ രീതിയിൽ നമ്മൾ ആളുകളെ കൊണ്ട് മേടിക്കുന്നവരെ കൊണ്ട് ഉപയോഗിപ്പിച്ച് നമ്മുടെ പ്രോഡക്റ്റിന്റെ ആ മഹാത്മ്യം നിലനിർത്തണമെന്ന് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സലീംക, വളരെ സന്തോഷം. ഞാൻ കൂടുതൽ വലിച്ചിടുന്നില്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ടാണ്, ഇനി വരാൻ പോകുന്നുള്ളൂ. അടുത്ത ആള്. നമുക്ക് നല്ല റിസൾട്ട് പറഞ്ഞാൽ എനിക്കിപ്പം എല്ലാ വേദനകളും മാറിയിട്ടുണ്ട്. വയറിന്റെ ഉള്ളിലൊക്കെ അരിഞ്ഞ വേദന ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ കറക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരു ചോറി ഉണ്ടായിരുന്നു. ആ ചോറിയൊക്കെ ആ വെള്ളം കൊണ്ട് കഴുകിയിട്ട് അത് മാറിയിട്ടുണ്ട്. പിന്നെ കണ്ണിന് കുറച്ച് കാഴ്ച കുറവുണ്ടായിരുന്നു. അപ്പൊ എന്നും ഈ കണ്ണിന് ഇങ്ങനെ ഈ വെള്ളം ഞാൻ കഴുകും, പല്ല് തേക്കുമ്പോൾ, പിന്നെ വെള്ളം കഴുകലും, ആ തൊള്ളയ പല്ലൊക്കെ ആണെങ്കിൽ, വെള്ള പല്ലൊക്കെ ആണെങ്കിൽ ഒരു ഇടക്കയും അത് കളിക്കിട്ടുണ്ട്, വേദന ആയിട്ട് വയ്യൂല, അത് ഊരിപ്പോരുന്ന സമ്പ്രദായം. അപ്പൊ ആ വെള്ളം കൊണ്ട് നമ്മൾ സ്ഥിരം അങ്ങനെ കുരുക്കുഴുമ്പോ ആ പല്ലിനൊക്കെ നല്ല ഉറപ്പാക്കൂടിയത്. അപ്പൊ വേദന പറഞ്ഞാൽ ആ വേദന ഒക്കെ എനിക്ക് കറക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ കൊടുത്ത ആൾക്കാർക്കും നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പൊ അത് നല്ല സംഭവം തന്നെ. എല്ലാരും ഇത് വാങ്ങി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലൊരു സംഭവം. അത്ര ഉള്ളു പറയാൻ. എന്താ വെച്ചാൽ നമുക്ക് അത് എന്നും പറയാനും അനുഭവം തന്നെയുള്ള നമുക്ക് പറയാന്. ആ അനുഭവം തന്നെ വലിയ സംഭവം തന്നെയാണ്. വെച്ചാല് എത്ര പറഞ്ഞാലും നമുക്ക് തീരാത്തൊരു സംഭവം തന്നെ. നമുക്ക് ഈ ശരീരത്തിൽ ഈ വേദന ഒക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാല് അത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത, നമ്മള് പ്രായമാകുമ്പോ നമ്മളെ എല്ലിനും പിന്നെ തൊലിക്കും ഒക്കെ കട്ടി കുറയുമ്പോ നമുക്ക് ഇത്തിരി മുള്ളോ അല്ലെങ്കിൽ ഇത്തിരി വേദന ഉണ്ടായ അതിന്റെ ഒരു വേദന സഹിക്കാൻ നമുക്ക് കുറച്ച് പ്രായമാകുമ്പോ കഴിക്കും. പക്ഷെ അത് ഇപ്പൊ ഇല്ല. അതൊരു സംഭവം തന്നെയാണ്. ആ വേദന ഇപ്പം എന്റെ ശരീരത്തില്ല. നമുക്ക് എന്ത് പ്രവർത്തിക്കാനും ഒരു കഴിവ്, എവിടെ പോകാനൊരു കഴിവ്, വേദന കൊണ്ട് ഞമ്മക്ക് പണ്ടൊക്കെ പൊളഞ്ഞെന്ന ഞാനൊക്കെ ഇന്ന് ഞാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് ഞാന് ഇല്ല എന്നപ്പ എന്റെ പറയാം. അത്രയ്ക്കും വലിയ സംഭവം എന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആര് പറഞ്ഞിട്ട് ഇപ്പൊ ആരോടും, നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ നാട്ടുകാരോടോ പറഞ്ഞ നമ്മളെ വേദന മാറൂലല്ലോ. ഇനിയിപ്പോ ഡോക്ടർമാരോട് പറഞ്ഞു നമ്മള് വേദന ഉണ്ട് അതെ. ഇനി പറയാന് കുറെ പറയാനില്ല. ഇത് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള പറയാനുള്ള ചരിത്രം ഇത് തന്നെ ഉള്ളു. സാറേ, നമ്മുടെ കയ്യില് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രോഡക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ എന്റെ അമ്മയ്ക്ക് 55 വർഷം മുമ്പ് ഇടിവെട്ട് പറ്റിയ ആളാ. ഇടിവെട്ട് പറ്റിയിട്ട് ഉറക്കക്കുറവുണ്ടായിരുന്നു, എന്നും മേലുവേദനയായിരുന്നു. അത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അമ്മയ്ക്ക് അത് രണ്ടും മാറി എന്ന് മാത്രമല്ല, എൻ്റെ മകന്റെ കൂർക്കമ്പലി മാറി, എൻ്റെ യൂറിക് ആസിഡ് മാറി, എനിക്ക് പൈൽസിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എൻ്റെ ഇടത്തെ കാല്, എൻ്റെ മുട്ട് വളയിലായിരുന്നു. അങ്ങനെയുള്ള നിരവധി ഗുണങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി 25 വർഷമായിട്ട് ഇൻഷുറൻസ് ഏജന്റ് ആണ്. പക്ഷെ ഞാൻ അത് മാറ്റി വെച്ചുകൊണ്ട് ഇപ്പൊ ഇത് ഞാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു ചാരിറ്റി പോലെയാണ് ചെയ്യുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന 162 പേരും അവരൊക്കെ വെൽനസ് അഡ്വൈസർമാരാണ്. നമുക്ക് കിട്ടിയ അറിവുകളും നമുക്ക് കിട്ടിയ ഗുണങ്ങളും നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്, ചതിയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഗുണങ്ങൾ മറ്റുള്ളവരിലേക്ക് പറയുക, പ്രചരിപ്പിക്കുക. നമ്മളൊക്കെ നാളെയുടെ കോടീശ്വരന്മാരും കോടീശ്വരികളുമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ റിസൾട്ട് പറയാൻ മടി കാണിക്കില്ലേ. കിട്ടിയ ഗുണങ്ങൾ, എനിക്ക് കിട്ടിയ ഗുണങ്ങൾ മറ്റുള്ളവർ പറഞ്ഞാൽ അവർക്കും ഗുണം കിട്ടുമെന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ പെരുമാറണം, പ്രവർത്തിക്കണം. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വളരെ ചുരുക്കി റിസൾട്ടുകൾ പറയാ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ.
സാർ, എന്റെ പേര് ഗിരിജയാണ്. ഞാൻ കായംകുളത്തിനടുത്ത് താമസിക്കുന്നത്. ഞാൻ എന്റെ ഹസ്ബൻഡ് എക്സ് സർവീസ്മാനായിരുന്നു. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന സാഹചര്യത്തിൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയിരിക്കുന്ന സാഹചര്യത്തിലാണ് എനിക്ക് ഇത് പരിചയപ്പെടുത്താൻ ഇപ്പോൾ സാധിച്ചത്. അദ്ദേഹത്തിന് ഞാനിപ്പം കണ്ടിന്യൂ ആയിട്ട് ഇത് ഉപയോഗിച്ച്, അതിനോടൊപ്പം ഞാൻ ഉപയോഗിച്ച് ഇതിപ്പം 12 മെഡിസിനോളം കഴിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം. ഇപ്പം ഞാൻ എല്ലാ മെഡിസിനും നിർത്തിയാക്കി. അദ്ദേഹം ഇപ്പം പഴയതുപോലെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുകയും ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. വളരെ നന്ദിയുണ്ട് സാർ. പ്രശ്നം മാഡം, ഗിരിജ മാഡം, സാറിന് എന്തായിരുന്നു അസുഖം? എന്തായിരുന്നു? സ്ട്രോക്ക് വന്നാണ് സാറേ. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ആരോഗ്യാവസ്ഥ ഇരിക്കുന്ന സമയത്തായിരുന്നു ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നത്. അത് പിന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്ത് അദ്ദേഹത്തിന് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ചെക്കപ്പുകളും മെഡിസിനും കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങള് ആദ്യം 2 മാസം ഒരിക്കലും ചെക്കപ്പ്, പിന്നെ 3 മാസം, പിന്നെ 6 മാസം, പിന്നെ അങ്ങനായി പിന്നെ പുള്ളി ഓക്കെ ആണെന്ന് പറഞ്ഞപ്പം ലാസ്റ്റ് ചെക്കപ്പില് സ്ട്രോക്ക് ഡോക്ടർ പറഞ്ഞ്, ന്യൂറോ ഡോക്ടർ പറഞ്ഞ്, ആസ് എ സ്ട്രോക്ക് പേഷ്യന്റ് ഹീസ് പെർഫെക്റ്റ്ലി ഓർലറ്റ് എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ ഞങ്ങള് മരുന്നെല്ലാം ഓരോന്നേരമായിട്ട് നിർത്തി. ഇപ്പോൾ ഒരൊറ്റ മെഡിസിൻ ഇല്ല. ഞങ്ങൾ മാറ്റർനജി പാഡ് യൂസ് ചെയ്യുന്നു, മാട്രസ് 2 പേർക്കും ഉണ്ട്. ഞങ്ങൾ റിസ്റ്റ് ബാൻഡ് യൂസ് ചെയ്യുന്നു. ആത്മവിശ്വാസം ഉണ്ട്. ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അദ്ദേഹം ഇപ്പം പെർഫെക്റ്റ്ലി ഓൾറൈറ്റാ. അതാണ് എന്റെ റിസൾട്ട്. താങ്ക് യു സാർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഐ എം ഡോക്ടർ രാജു ഫ്രം പത്തനാപുരം. ഞാനൊരു 2 കാര്യം മാത്രം എളുപ്പം പറയാം. അതായത് ഞാൻ ഒരുപാട് റിസൾട്ട് എന്നെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴേ ആ കുട്ടിയമ്മ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞത് അത് ഇൻസിസ്റ്റ് ചെയ്ത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ രൂപ മുടക്കുന്നത് പല്ലിന് വേണ്ടിയാണ്. അമേരിക്കയിലാണെങ്കിൽ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നാട്ടിൽ വരും. അത്രയ്ക്ക് കോസ്റ്റ്ലിയാണ്. നമുക്കിടെ എല്ലാം ഒരു പല്ലുവേദന ഉണ്ടെങ്കിൽ നമ്മുടെ മൂഡ് കംപ്ലീറ്റ് പോകും. അപ്പൊ നമ്മുടെ മരുന്ന് നമ്മുടെ മേശപ്പുറത്ത് തന്നെ ഉണ്ട്. ഈ വെള്ളം നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചുമ്മാ വായിക്കൊണ്ട് നടന്നാൽ മതി. കുലിക്കുഴിഞ്ഞാല് ആ പല്ലിന്റെ എല്ലാ പ്രശ്നം പോകും. 1 രൂപ പോലും പല്ല് ഡോക്ടർ കൊടുക്കേണ്ടി വരത്തില്ല. അത് എനിക്ക് എൻ്റെ വൈഫിനും വളരെ അത് എഫക്റ്റീവ് ആണ്. തന്നെ കൊടുത്തവരോട് ഞങ്ങളുടെ റിസൾട്ട് പറഞ്ഞു, നിങ്ങളുടെ പല്ലുവേദനയ്ക്ക് ബുദ്ധിമുട്ടുകൊണ്ട് ഇത് ചെയ്താൽ മതിയെന്ന്. അവരുടെ റിസൾട്ട് നല്ല പോസിറ്റീവായിട്ട് കിട്ടി. അതുകൊണ്ട് നമ്മുടെ ഡോക്ടർ, പല്ലിന്റെ ഡോക്ടർ നമ്മുടെ മേശപ്പുറത്തുണ്ട്. ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വായിക്കൊണ്ട് കിടക്കുക. സ്ത്രീകള് എപ്പോഴും ഇങ്ങനെ വായിക്കൊണ്ട് കിടക്കുക. പിന്നെ താങ്ക് യു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുണ മാം. എന്റെ പേര് അരുണ. ഞാൻ എറണാകുളം ജില്ലയിലെ പള്ളിക്കര അടുത്ത സ്ഥലത്തു നിന്നാണ് സംസാരിക്കണേ. എന്റെ കഴിഞ്ഞ ദിവസം റിസൾട്ടാണ് ഞാൻ പറയുന്നത്. ഒരു അങ്കിളിനും ആന്റിക്കും എന്റെ വീടിന്റെ അടുത്തുനിന്ന് കുറച്ച് പോയാൽ മതി. ആന്റിക്ക് ഒരു 3-4 വർഷമായിട്ട് സ്വെല്ലിംഗ് ആണ്. സ്വെല്ലിംഗ് മീൻസ് നമ്മളുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ് മുഴുവൻ കാലിലേക്ക് വന്ന് നിറയുക. അത് രാത്രി ആവുമ്പോ നീര് കുറയും, പകലാവുമ്പോ കാലിലേക്ക് മുഴുവനും ആ ഫ്ലൂയിഡ് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര നീരായിട്ടിരിക്കും. അങ്കിളിനും ഉണ്ട് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഒരുപാട് അസുഖങ്ങളുണ്ട്. ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. അവിടെ ഞങ്ങൾ ചെന്നു. എന്റെ ടീമിലുള്ള സ്കറിയ എന്ന് പറഞ്ഞ ചേട്ടന്റെ കെയർ ഓഫിലാണ് ചെന്നത്. ചെന്ന് കഴിഞ്ഞപ്പോ ഞങ്ങളെ ആ വീട്ടിലേക്ക് പോലും കയറ്റിയില്ല. ഞങ്ങളെ മുറ്റത്ത് നിർത്തിയാണ് സംസാരിച്ചത്. കാരണം അവിടെ അവർ 2 പേര് മാത്രമേ, മക്കളൊക്കെ പുറത്താ. അപ്പോ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അങ്കിളാണത്. എഞ്ചിനീയർ ഒക്കെ ആയിരുന്നു പുള്ളി. എന്നിട്ട് അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനെപ്പറ്റി എല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. സെർച്ച് ചെയ്ത് ലാസ്റ്റ് സംസാരിച്ചു കഴിഞ്ഞു. പ്രോഡക്റ്റ് മേടിച്ചു. ഏറ്റവും കൂടിയ പ്രോഡക്റ്റാണ് മേടിച്ചത്. 10,700ന്റെ ഡബിൾ എടുത്ത ആന്റിക്ക് കുറെ നാളുകളായിട്ട് ഉറക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരാളായിരുന്നു. വീൽ ചെയറിലാണ് നടക്കുന്നത്. അകത്തേക്കൂടെ എല്ലാം വീൽ ചെയറിലാണ് നടക്കണത്. അപ്പോ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞ പിറ്റേ ദിവസം ഞങ്ങക്ക് കോള് വന്നിട്ട് പറഞ്ഞു എനിക്ക് നല്ല ഉറക്കം കിട്ടി. പിറ്റേ ദിവസത്തെ റിസൾട്ട് ആണ്. നല്ല ഉറക്കം കിട്ടി. ഞങ്ങളോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്നു. എനിക്ക് ഒരു പ്രൊഡക്റ്റും കൂടെ വേണമെന്ന് പറഞ്ഞു. ആ സെയിം റേറ്റിൽ തന്നെ അന്ന് എന്നെ ചെക്ക് എഴുതി തന്നു. ഞങ്ങൾ ചെന്ന് ആദ്യ പ്രോഡക്റ്റ് അന്ന് തന്നെ പുള്ളി ചെക്ക് എഴുതി തന്നു. പിറ്റേ ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് ചെന്നു. അന്നും അടുത്ത ചെക്ക് ഞങ്ങക്ക് തന്നു. അത് വേറൊരാൾക്ക് കൊടുക്കാനാണ്, പുള്ളിയുടെ മോന്റെ ബോസിന് കൊടുക്കാനാന്ന് പറഞ്ഞു. ആ സാറിനും ഉറക്കം ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്രൊഡക്റ്റ് അന്ന് അവിടെ പോയി. ഈ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. പിന്നെ കാലിന്റെ നീര് കുറഞ്ഞ അവരത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായി.
കാലിന് നീര് കുറഞ്ഞു വരുന്നുണ്ട്. അത്ര ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഒരുപാട് പൈസയൊക്കെ ചെലവാക്കിയതാണ്. അവരെന്തോ ഒരു മെഷീൻ മേടിക്കാനിരിക്കുവായിരുന്നു 75,000 രൂപയുടെ. ഇത് ഫ്ലൂയിഡ് വലിച്ചു കളയണത്. താങ്ക് യു. സാർ, റംലത്ത് പട്ടാമ്പി. എനിക്ക് വളരെ പ്രയാസമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. ആസ്തമ കൊണ്ട് വളരെ വിഷമത്തിലായിരുന്നു. നല്ല അലർജിയും പ്രശ്നങ്ങളായിട്ടുള്ള ഒരു വിഷമത്തിലാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. എനിക്ക് അതിൽ നല്ല റിസൾട്ട് കിട്ടി. എന്നോടനുബന്ധിച്ച് ഒരുപാട് പേർക്ക് ഈ പ്രൊഡക്റ്റ് ഞാൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവരിലൊക്കെ നല്ല റിസൾട്ടുകൾ തന്നെയാണ്. തൈറോയിഡിന് ഓപ്പറേഷൻ പറഞ്ഞ ഒരു സ്ത്രീക്ക് അതില്ലാതെ വളരെ നല്ല രീതിയിൽ അവരെ സുഖപ്പെട്ടിട്ടുണ്ട്. ഇനി വേണ്ടാന്നുള്ള ഒരു അവസ്ഥയിൽ അവര് സുഖമായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ വെരിക്കോസ് വെയിൻ കൊണ്ട് വളരെ കഷ്ടപ്പെട്ട ആൾക്ക്, ഇതുപോലെ പൊട്ടിയളിഞ്ഞ് കഷ്ടപ്പെട്ട ആൾക്ക് അത് ഇല്ലാതെ സുഖപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു. PCOD പ്രശ്നമായിട്ട് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചിരുന്നു. വയറിനകത്ത് കുമിളകളും അതുപോലെ മെൻഷൽ പ്രശ്നങ്ങളായിട്ട് ഒരുപാട് വിഷമം അനുഭവിച്ച ഒരു പെൺകുട്ടിക്ക് 1 മാസം കൊണ്ട് തന്നെ എല്ലാം കംപ്ലീറ്റ് ആയി സുഖപ്പെട്ടു. പിന്നെ അതുപോലെ ഇവിടെ ഇപ്പൊ നമ്മളെ നബിദിന പ്രോഗ്രാമിനിടയിൽ ഒരു കുട്ടി ഈ പ്രോഗ്രാമിനൊക്കെ നല്ല വെയിലും ഇതൊക്കെ കൊണ്ട് കുട്ടി ആർമാദിച്ച് നല്ല ദഫ് പരിപാടികളൊക്കെ കൂടിയുന്ന കുട്ടിയാണ്. വളരെയധികം സന്തോഷമായിട്ട് റോട്ടിൽ കൂടെ ഒക്കെ നടന്ന് കളിക്കലും പ്രശ്നങ്ങളായിട്ട് കുട്ടിക്ക് വളരെ വൈകുന്നേരമായപ്പോഴത്തേനും ഭയങ്കര വിഷമായി, വയ്യാതായി കുട്ടിക്ക്. അപ്പൊ ഈ ദഫ് പരിപാടി നടക്കുക എല്ലാവരും സ്റ്റേജിലേക്ക് ഇങ്ങനെ പേര് വിളിച്ചോണ്ടിരിക്കുമ്പോ ഈ കുട്ടി തല പൊത്തിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് വയ്യ, കയറാൻ വയ്യാന്ന് പറഞ്ഞിട്ട്. അതുവരെ പിന്നെ അതിനൊക്കെ നടക്കും, പാടാൻ വിളിക്കുമ്പോഴും കുട്ടി വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നും എന്റെ കയ്യിൽ കെട്ടണത് കൂടാതെ ഒരെണ്ണം ബാഗിൽ വെക്കാറുണ്ട്. മനുഷ്യന്റെ ഇന്നത്തെ സാഹചര്യം അതാണല്ലോ, നമുക്ക് ഏത് സന്ദർഭത്തിൽ ആവശ്യം വരികയെന്നറിയില്ല. അപ്പൊ ഞാൻ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രോഗ്രാം 2 പേരുടെ കഴിഞ്ഞിട്ട് ഈ കുട്ടീനെ വിളിച്ചാൽ മതി, അപ്പോഴത്തേനും ഈ കുട്ടി റിലീഫ് ആവുന്നുള്ള എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ മോനെ ഇങ്ങനെ സംഭവം എന്റെ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് എടുത്തിട്ട് കുട്ടിയുടെ തലയിൽ നെറ്റിയിൽ കെട്ടിക്കൊടുത്തു. അത് കെട്ടിക്കൊടുത്ത് എന്റെ കയ്യിൽ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഞാൻ കയ്യിൽ വെച്ച് ബാഗിൽ വെച്ചിരുന്നു. ആ വെള്ളം മോനെ കുടിപ്പിച്ചു, മുഖം നന്നായി കഴുകിച്ചു. മോന് ഭയങ്കര വേർത്ത് കുളിച്ചു. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടക്കട്ടെ, അല്ലെങ്കിൽ ഛർദ്ദിക്കാനും വരുന്നുണ്ട് പറയാ. എനിക്ക് പറ്റില്ല എന്നാണ് കുട്ടി പറയണത്. അത് കേട്ടപ്പോ ഉസ്താദുമാരും അതുപോലെ കുട്ടികളൊക്കെ ആകെ അമ്പരന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ആ മോനെ ഞാൻ എന്റെ അടുത്ത് വിളിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യിച്ചത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടി പറഞ്ഞു, താത്ത എനിക്ക് നല്ല സുഖം തോന്നുന്നുണ്ട് കേട്ടോ. എന്താ എനിക്ക് നല്ല സുഖം തോന്നുന്നുണ്ട്, എനിക്ക് കളിക്കാൻ സ്റ്റേജിൽ ഞാൻ കയറാന്ന് പറഞ്ഞു. അപ്പൊ നല്ല കുട്ടിക്ക് പാടാനുള്ള പാട്ട് പാടി വെച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല അറിഞ്ഞു. അപ്പൊ പറഞ്ഞ മോനെ ആദ്യം പോയിട്ട് ചെയ്യാനുള്ള പാട്ട് പാടിക്കോ, അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കുറച്ച് കഴിഞ്ഞിട്ട് അതിനിടെ പിന്നെ ലാസ്റ്റ് അല്ലേ, അപ്പോഴത്തേനും എനിക്ക് നല്ല ഇത്തിരി സുഖം, 2 പേരും കൂടി പരിപാടികൾ കഴിഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തി. ഇതുപോലെ പിന്നെയും വെള്ളം കുടിപ്പിച്ച് മുഖം കഴുകിച്ച് അത് കെട്ടിയിട്ട് പറഞ്ഞു, ഇത് കെട്ടിയിട്ട് തൊപ്പിയുടെ ഉള്ളിൽ വെച്ചോ, എന്നിട്ട് കളിക്കാൻ നിൽക്കാറ്. അപ്പൊ അത് ഊരി വേണം, എനിക്ക് ഇതാണ്, അത് വേണ്ട, എനിക്കിപ്പോ നല്ല സുഖം തോന്നുന്നുണ്ട്. ആ കുട്ടീനോട് ചോദിച്ചു, താത്ത ഇതിന് എന്താ വില വേണ്ടത്, എനിക്ക് തരുമെന്ന്. വളരെ പാവപ്പെട്ടവരാണ് അവർ, മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് കഴിയുന്നതാണ്. അപ്പൊ കൊണ്ട് പറയുന്നത് കയ്യിൽ വെച്ചടാ അയ്യേ എന്നൊക്കെ പറയാം. അതിന്റെ അമ്മ പറഞ്ഞു എനിക്ക് വേണ്ട സാറിന്, എനിക്കിപ്പോ കുട്ടികളുടെ സുഖമുണ്ട്, എനിക്ക് എന്റെ പ്രൊഡക്റ്റ് കോംബോ പാക്ക് ഒരുമിച്ച് വേണം എന്ന് പറഞ്ഞു. ഒരുമിച്ച് മതി എനിക്ക്, പിന്നെ അതിനൊരു വഴിയുണ്ട് ഞാൻ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് വാങ്ങിക്കാനും ഒത്തിട്ടില്ല. ആ കുട്ടീനോട് ഈ ബെൽറ്റ് വേണോ ഇനി കെട്ടണം, എനിക്ക് അന്ന് പിന്നെ ഉണ്ടായിട്ടില്ല, എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല, ഞാൻ വാങ്ങിക്കണം കേട്ടോ. അപ്പൊ പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും എന്റെ കയ്യിൽ സാധനം ഉണ്ട്, ഒന്ന് വാങ്ങിച്ചോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞിട്ട്. ഓക്കെ സാർ, ഇതാ എനിക്ക് കിട്ടിയ റിസൾട്ട്. വളരെ സന്തോഷമായി, കുട്ടി പ്രോഗ്രാം നല്ല സൂപ്പറായിട്ട് ചെയ്തു. മെമ്പർ പറഞ്ഞത് അത്രയധികം റിസൾട്ട്സ് ആണ് തൈറോയിഡ്. അപ്പൊ എന്താ തൈറോയിഡുള്ള ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നുണ്ട്, തൈറോയിഡിന്റെ മരുന്നൊക്കെ നിർത്തി റിസൾട്ട് കിട്ടി എന്ന് പറയുന്നു. വെരിക്കോസ് വെയിൻ, അങ്ങനെ PCOD, ഇത് ഇങ്ങനെ പറയാനാണ് എല്ലാവരോടും പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും മനസ്സോർന്ന് സംസാരിക്കുക, മടി കൂടാതെ മുന്നോട്ട് വരിക. അടുത്ത ആൾ പറയും. ഗുഡ് മോർണിംഗ്, എന്റെ പേര് ഐഷക്കുട്ടി, പത്തിരിപ്പാല. ഞാനും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് എന്റെ ഭർത്താവിന്റെ ഉമ്മക്ക് വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. ഉമ്മ വീണിട്ട് കൈന്റെ എല്ലൊക്കെ പൊട്ടി 2.5 മാസം പ്ലാസ്റ്റർ ഇട്ട്, അതിനുശേഷം ഈ കൈ കൊണ്ട് ഒരു പ്രവർത്തനം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നീര് വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് നിൽക്കുന്ന സമയത്താണ് എന്റെ ലീഡറായിട്ടുള്ള സഫിയ മാഡം ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത്. അത് പ്രകാരം ഞാൻ അത് വാങ്ങി ഉപയോഗിച്ചു. 3 മാസം ഉമ്മാന്റെ റിസൾട്ടിന് വേണ്ടി ഞാൻ കാത്തു നിന്നു. 3 മാസത്തിന് ശേഷം ഉമ്മക്ക് നല്ല റിസൾട്ട് കിട്ടി. സ്വന്തമായി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് ഉമ്മ വന്നു. അതിനുശേഷം ഇതിന്റെ ഒരു മീറ്റിങ്ങിന് കോഴിക്കോട് ഞാൻ പോയി, എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് കേട്ടു. അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കി. അതിനുശേഷം എന്റെ ഫാമിലിയിലേക്ക് ഞാൻ ആദ്യമായിട്ട് എന്റെ ഉമ്മാന്റെ അനിയത്തിന്റെ ഭർത്താവ് അവരോട് ഈ പ്രൊഡക്റ്റ് വന്ന പാടനെ ഇതിനെ കുറിച്ചുള്ള ഗുണങ്ങളും കാര്യങ്ങളും അറിഞ്ഞ പാടനെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇത്ര എന്നുള്ളത് പറഞ്ഞപ്പോൾ അവരെന്നെ കളിയാക്കി. അത് 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് സ്ട്രോക്ക് വന്ന്
ആ സ്ട്രോക്ക് വന്ന് അവർക്ക് 1 ലക്ഷം രൂപയോളം ചെലവായി. അവരതിനുശേഷം വീട്ടിലേക്ക് വന്ന് പിന്നെ ഷുഗർ ഹൈ ലെവലില് ഒരുപാട് മെഡിസിൻ കഴിക്കാനുള്ള, കൂടുതൽ മെഡിസിൻ കഴിക്കുമ്പോൾ ശരീരത്തിന് ക്ഷീണം വരിക, ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ ഹൈ ലെവലാകുക. അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവരെന്നോട് വിളിച്ചു ചോദിച്ചു, മോളെ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് ഇങ്ങനമായിട്ടുള്ള റിസൾട്ടുകളൊക്കെ കിട്ടും, 100% കിട്ടും, നിങ്ങൾ വാങ്ങിക്കോളിയും പറഞ്ഞു. അങ്ങനെ അന്നത്തെ 7400 പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കുകയും അത് അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു. ഇന്ന് ഒരു ഓട്ടോ ഡ്രൈവറാണ്, നല്ല രീതിയിൽ ഹാപ്പിയായി ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലെവലിലേക്ക് അവരെത്തി. അതിനുശേഷം എന്റെ മാമനിക്ക്, സ്വന്തം മാമനിക്ക് 3 ബ്ലോക്ക് വന്നു. 2 ബ്ലോക്ക് എമർജൻസി ആണ് പറഞ്ഞ് നീക്കം ചെയ്തു. 3ാമത്തെ ബ്ലോക്കിന് പിന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. 6 മാസം പിടിച്ചപ്പോഴത്തേനും ആൾക്കും ഇതേപോലത്തെ തന്നെ മെഡിസിന്റെ സൈഡ് എഫക്ട് കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ താങ്ങാൻ പറ്റാതെ ലെവലിലായി. അങ്ങനെ ഞാൻ അവർക്കും ഇത് റെക്കമെൻഡ് ചെയ്തവരും വാങ്ങി. ഇന്ന് ഒരു അറ്റാക്കും ബ്ലോക്കും സ്ട്രോക്കും വന്ന ആളുകൾക്ക് ആസ്പിരിൻ എന്ന മെഡിസിൻ ഒരിക്കലും നിർത്തിവെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലും നമ്മളെ മരണത്തോടെയാണ് ആ ഒരു മെഡിസിൻ മാറ്റിവെക്കുക. ഇന്ന് മാഷാ അല്ലാഹ് ഈ പ്രൊഡക്റ്റ് കൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. അതേപോലെ എന്റെ ഉമ്മാക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുള്ള ആളാണ്. എന്റെ ഉമ്മാക്കും കൊടുത്തു. ഉമ്മ ഇപ്പൊ ആരോഗ്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ എന്റെ ടീച്ചർക്ക് കൊടുത്തു. അതേപോലെ എന്റെ പഠനവും എന്റെ കല്യാണവും കഴിഞ്ഞതിന് ശേഷം എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അത് എന്റെ ഗ്രൂപ്പിൽ, എന്റെ ടീമിലെ ഒരു മെമ്പറിനെ എന്റെ ടീമിൽ എന്റെ ടീച്ചറിനെ പരിചയപ്പെട്ടു. അവർക്ക് കേൾക്കാനില്ലേ? അപ്പൊ എന്റെ ടീച്ചറിനെ പരിചയപ്പെട്ടു. അവർക്ക് വെരിക്കോസ് വെയിൻ ആയിരുന്നു. അങ്ങനെ ഞാൻ അവരെ ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചു. പിന്നെ നേരിട്ട് വരാൻ പറഞ്ഞു. നേരിട്ട് പോയി കാര്യങ്ങൾ, പ്രൊഡക്റ്റും കൊണ്ടാണ് ഞാൻ പോയത്. അപ്പൊ തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തു. നമ്മുടെ വാട്ടർ എനർജി പാഡ് കെട്ടിയ വെള്ളത്തിന്റെ മഹത്വം അവിടെ വെച്ച് തന്നെ, പച്ചവെള്ളത്തിന്റെയും വാട്ടർ എനർജി പാഡ് കെട്ടിയ വെള്ളത്തിന്റെയും ആ ഒരു ഗുണം ഞാൻ അപ്പൊ തന്നെ അവിടെ വെച്ച് അവർക്ക് കുടിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ തന്നെ ആ പ്രൊഡക്റ്റ് അവർ വാങ്ങി. ഇന്ന് അവർക്ക് വെരിക്കോസ് വെയിന് നല്ല രീതിയിൽ നോർമലായി സന്തോഷത്തോടു കൂടി അവര് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ എന്റെ മോള് മൈസൂരില് പഠിക്കാൻ പോയ കുട്ടിയാണ്, പിന്നെ നേഴ്സിങ്ങിന്. അവൾക്ക് പോകുമ്പോഴും ഞാൻ അവളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും, ഇന്ന് പ്രായപരിധി ഇല്ലാതെയാണ് നമുക്ക് കുഴഞ്ഞു വീണിട്ടുള്ള മരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും ജീവിച്ചിരിക്കുന്നത്. അപ്പൊ അവള് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് മുൻകൂട്ടി തന്നെ അവൾക്ക് ഈ പ്രൊഡക്റ്റാണ് ഞാൻ അവൾക്ക് പോകുമ്പോൾ കൊടുത്തു വിട്ടിട്ടുള്ളത്. അതേപോലെ എന്റെ വീട്ടില് എന്റെ ഭർത്താവും ഞാനും മക്കളും ഉമ്മയും എല്ലാവരും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. ഇന്ന് എന്റെ വീട്ടിലെ അഭിമാനത്തോടു കൂടെ പറയാൻ ഞാൻ പറയാനുള്ളത്, എന്റെ വീട്ടിലൊരു കുടുംബ ഡോക്ടറാണ് എന്റെ ബയോട്ടോറിയം പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ഇത് എല്ലാവരും ഇതിൽ എന്നെ കേൾക്കുന്ന എല്ലാ പുതിയ വ്യക്തികളും ധൈര്യമായിട്ട് ഒരാളോടും സംശയിക്കാനോ തീരുമാനിക്കാനോ, ചില ആളുകൾക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊണ്ട് പോകുമ്പോൾ ഒരു സംസാരമുണ്ട്, ഞാൻ ഇതിനെ കുറിച്ചൊന്ന് പഠിക്കട്ടെ. ഇത്രയും കാലം ജീവിതത്തിൽ പഠിച്ചിട്ട് അവരൊന്നും പഠിച്ചിട്ടില്ല, ജീവിച്ചിട്ടും പഠിച്ചിട്ടില്ല, എന്നിട്ട് ഇപ്പൊ ഒന്നും കൂടി പഠിക്കട്ടെ എന്നുള്ളൊരു സംസാര വിഷയം. അപ്പൊ അതുകൊണ്ട് ഒന്നും സംശയിക്കേണ്ട, നമ്മളെ ബയോട്ടോറിയം പ്രൊഡക്റ്റ് 100-ൽ 110% റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ്. അതേമാതിരി തന്നെ ദൈവത്തിന്റെ കരസ്പർശമേകിയ പ്രൊഡക്റ്റ് ആണ്. അത് ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ വാങ്ങി ഉപയോഗിക്കാനുള്ള യോഗം ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി ഓരോരുത്തരും വാങ്ങി ഉപയോഗിക്കാം. ഓക്കെ, താങ്ക്സ് സാർ. താങ്ക് യു മാഡം, താങ്ക് യു. അടുത്ത ആളെ സംസാരിച്ചോളൂ. സാർ, എന്റെ പേര് ജയ ഗോപാലകൃഷ്ണൻ. ഞാൻ ശ്രീമൂലനഗരത്താണ്, ഡെന്നി സാറിന്റെ ടീമിൽ നിന്നാണ്. സാറേ, എനിക്ക് മാട്രസ് ഉപയോഗിച്ച് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയതാണ്. എനിക്ക് അതിലുപരിയായിട്ട് പറയാനുള്ളത് മോർ പവറിനെ പറ്റിയാണ്. ഞാൻ ഈ മോർ പവർ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു 15 വർഷത്തിലപ്പുറം ഉണ്ടായിരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ, ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു. ആ ഫംഗൽ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് എനിക്ക് മാറി എന്നുള്ള സന്തോഷത്തോടെ അറിയിക്കുകയാണ്. പിന്നെ ഞാനൊരു വ്യക്തിക്ക് ഈ ബെറി ജ്യൂസ് കൊടുത്തു. അദ്ദേഹത്തിന് ഭയങ്കര ശ്വാസതടസ്സമായിരുന്നു. 20 ദിവസമായപ്പോ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി എനിക്കത് ഉപയോഗിച്ചിട്ട് എൻ്റെ ശ്വാസം മുട്ടൽ മാറി, അതേപോലെ തന്നെ എനിക്ക് കയറ്റം കയറാനൊന്നും പറ്റത്തുണ്ടായില്ല. 20-25 ദിവസമായപ്പോ അദ്ദേഹത്തിന്റെ 3 കിലോ വെയിറ്റ് കുറഞ്ഞു നമ്മുടെ ബെറി ജ്യൂസ് ഉപയോഗിച്ചിട്ട്. പിന്നെ അദ്ദേഹത്തിന്റെ മുട്ടുകാല് വേദന ഉണ്ടായി, അതിന് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഉള്ളംകാലിന്റെ അടിയിൽ നിന്നും വേദന ഉണ്ടായിരുന്നു. അപ്പൊ ആ ടാബ്ലറ്റ് അദ്ദേഹത്തിന് ഒഴിവാക്കാൻ സാധിച്ചു നമ്മുടെ ഈ ബെറി ജ്യൂസ് കഴിച്ചിട്ട്. അപ്പോ ഇതേപോലെ തന്നെ മാട്രസ് കൊടുത്ത പലർക്കും
പല റിസൾട്ടുകൾ, എല്ലാ റിസൾട്ടോടെ ഷെയർ ചെയ്യുമ്പോൾ സമയം ഒരുപാടാകും. അതുകൊണ്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്. കാരണം മോർ പവർ അത്രയേറെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പലതും നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ പല ഡിസോർഡറിലേക്കും പോകുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ന്യൂട്രീഷൻസ് ഉൽപ്പന്നമായ ഈ മോർ പവർ മാട്രസ് എല്ലാവരും അത് വാങ്ങി ഉപയോഗിക്കുകയും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കിട്ടുവാൻ നമുക്ക് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു ജയ മാം. അടുത്ത ആൾ സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഞാൻ എന്റെ വീട് പെരുമ്പാവൂരാണ്. ഞാൻ ബെന്നി സാറിന്റെ ടീമിൽ വർക്ക് ചെയ്യുന്നു. വീട് കോടനാടാണ്. എന്റെ ലീഡർ ബാബു സാറാണ്. ഞാൻ 4-ാം മാസം 29-ാം തീയതി ഒരു 17 വർഷമായി ഷുഗർ വന്ന് ഇരു കാലുകളും പൊട്ടി ഒലിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഒരു 56 വയസ്സുണ്ട്. അദ്ദേഹം ഇതിനിടയ്ക്ക് അനേകം ചികിത്സകളും ലക്ഷക്കണക്കിന് രൂപയും മുടക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കണ്ടു, നമ്മുടെ ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് 17 വർഷം കഴിഞ്ഞു ഇത്, ചേട്ടൻ പറയുന്നത് ഇത് ഉപയോഗിച്ചാൽ മാറുമോ? ഞാൻ ഇപ്പോ ആയുർവേദ മരുന്ന് കഴിക്കുന്നത് ഒരു മാസം 12,400 അപ്പോ എനിക്ക് ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പറയുന്ന മാതിരി ഒന്ന് ഉപയോഗിച്ചു നോക്കാമോ? റിസൾട്ട് 100% പക്ഷെ ഞാൻ തന്നിട്ട് നീ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് ഇല്ല എന്ന് പറയരുത്. ഒരു 6 മാസം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, റിസൾട്ട് എന്തായാലും ഉണ്ടാകും എന്ന് പറഞ്ഞ് ചേട്ടന് വിശ്വാസമാണെങ്കിൽ ഞാനിത് ഉപയോഗിക്കാം. അതായിരുന്നു അവന്റെ ഏക വാക്ക്. ഞാൻ പറഞ്ഞു, എനിക്ക് 100% വിശ്വാസമുണ്ട്, ഒന്ന് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം 2 പ്രൊഡക്ട്സ് എടുത്തു. അവരുടെ വീട്ടിൽ ചിപ്സ് ഉണ്ടാക്കലാണ്. അപ്പൊ ഇവര് അടുപ്പിന്റെ അടുത്ത് നിൽക്കുന്നത് ഈ കാല് ഷുഗറുള്ള ആളും ഭാര്യ നിന്നിങ്ങനെ ചിപ്സിന് വേണ്ടി അരിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുട്ടിന് നീരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, 3 ലിറ്റർ വെള്ളം കുടിക്കണോട്ട് ഇത് പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, വെള്ളം കുടിച്ചാൽ മാത്രമാണ് അതിന് കൃത്യമായ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഞാൻ കൃത്യമായി പാലിക്കാം, എന്റെ കാലൊന്ന് ഉണങ്ങി കണ്ടാൽ മതി. കാരണം ഞാൻ കണ്ടിട്ടില്ല, കാല് രണ്ടും ഇങ്ങനെ തുണിയിട്ട് കെട്ടി വെച്ചിരിക്കുക, നമുക്ക് കാണാൻ പറ്റുന്നില്ല. പ്രൊഡക്ട്സ് കൊണ്ടുപോയി കൊടുക്കാൻ ഞാൻ ബാബു സാർ ഇങ്ങനെ ജസ്റ്റ് ആ കാലിലേക്ക് ഒന്ന് നോക്കി, അത് കഴിഞ്ഞിട്ട് സാറ് പിന്നെ ഒന്നും ആ കാലിലേക്ക് നോക്കിയില്ല എന്നുള്ളതാണ്. കാരണം കാണാൻ പാടില്ല, അങ്ങനെ മുട്ടി കെട്ടി വെച്ചിരിക്കുക 2 കാലും, സ്പർശന ശക്തി ഇല്ല. അങ്ങനെ ഇരുന്ന കാല് 1 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴേ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് അത് കുറയുന്നുണ്ടെന്നുള്ളത്. ആ മുഖഭാവം നമ്മളോട് പറയുന്നുണ്ട്. അപ്പോഴും ഈ കെട്ടി വെച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് വെള്ളമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓണത്തിന് 4 ദിവസം മുമ്പ് ഞാൻ ചിപ്സ് മേടിക്കാനായിട്ട് അവിടെ ചെന്നപ്പോ അദ്ദേഹം കാല് നന്നായിട്ട് കെട്ടൊന്നും ഇല്ലാതെ ഞാൻ ആദ്യമായി കാല് കാണുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചോദിച്ചു, സുഖമായില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ചേട്ടാ ഞാൻ ഇത്രയും നാളും എന്റെ കാല് ഉണങ്ങി കണ്ടിട്ടില്ല, ഇപ്പൊ ഞാൻ കാല് ഉണങ്ങി, എനിക്ക് കുഴപ്പമില്ല, ഞാൻ പുറത്തൊന്നും പോകുമ്പോ തുണിയൊന്നും ഇല്ല കെട്ടാതെയാണ് ഞാൻ പോണേ, ഭയങ്കര സന്തോഷമായി എന്ന് പറയാണ്. ഞാൻ കൊടുത്തതിൽ ഏറ്റവും വലിയ റിസൾട്ട് അതായിരുന്നു. ഓക്കെ സാർ. വെരി ഗുഡ് സുബ്രഹ്മണ്യ സാർ. ഇതാണ് ഞാൻ ഈ ഒരു കാര്യം ഒന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റുള്ളതൊക്കെ നമുക്ക് പ്രഷറും പ്രമേഹം ശ്വാസമുട്ട് ഹൃദ്രോഗം വൈരിക്കോസ് വെയിനൊക്കെ അതൊക്കെ പനി മാറ്റുന്ന പോലെയാണ്. പക്ഷെ ഇവിടെ ഇത്രയും വർഷമായിട്ടുള്ള ആ ഒരു കാല് അദ്ദേഹം അത്രയും പഴുപ്പ് കയറി അത്രയും ബുദ്ധിമുട്ടി 17 വർഷമായിട്ട് ഡയബറ്റിക്കുള്ള ആ കാല് അത് മാറി എന്ന് പറഞ്ഞാൽ, എന്റെ സുഹൃത്തുക്കളെ പുതിയ ആൾക്കാരോടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, അങ്ങനെയുള്ള ആൾക്കാർക്ക് വരെ നമുക്ക് പ്രൊഡക്ട്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു മഹത്തരമായ ഒരു ചികിത്സ അല്ലെങ്കിൽ അസുഖം മാറുന്ന ഒരു കാര്യത്തിലേക്ക്, ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, കറക്റ്റ് ആയിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. അടുത്ത ആൾ പറയൂ. അടുത്ത ആൾ സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ജയ്മോനാണ്. ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് രാവിലെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നത്.
പുതിയ ആളുകൾ പറയട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 2 വർഷമായിട്ട് ഷുഗറുമായി ബന്ധപ്പെട്ടുണ്ട്. ഷുഗർ എന്ന് പറഞ്ഞാൽ നിസ്സാര ഷുഗർ അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 480, 360 ഫുഡ് കഴിച്ചിട്ട് 480, 40 ഇൻസുലിൻ രാവിലെയും 30 വൈകിട്ടും എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഷുഗറുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അതിലുപരിയായിട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ ചോദിച്ചാൽ കാലിന്റെ തന്തവിരല് ഭയങ്കരമായിട്ട് മരവിപ്പായിരുന്നു. ഭയങ്കര മരവിപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാല് നിലത്ത് ചവിട്ടുമ്പോൾ തന്തവിരല് കാല് നിലത്ത് ഉറക്കാത്തതിന്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ബാലൻസ് കിട്ടത്തില്ല. അങ്ങനെ മരവിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാളുകൾ അദ്ദേഹം മുന്നോട്ട് പോയി. ഇന്നിപ്പോ രാവിലെ അദ്ദേഹം വിളിച്ചത് കൊണ്ട് ഞാനത് പറയാനായിട്ട് ഈ ഒരു റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി അദ്ദേഹം പറഞ്ഞു, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ കാലിന്റെ തന്തവിരലിന്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു വലിയ ബാധ ഒഴിഞ്ഞു പോയതുപോലെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്തവിരൽ നിലത്ത് കുത്തുമ്പോൾ ആ ബാലൻസ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആയി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഞാനിവിടെ ഇത് മേഡം ഒരു റിസൾട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയുടെ ഭാഗമാണ് നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലിന് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയി മാറി എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ഷുഗറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ആ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ റിസൾട്ട് മാത്രമല്ല, അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക ശാരീരികമായ സന്തോഷം, അദ്ദേഹത്തിന്റെ കുടുംബം അനുഭവിക്കുന്ന മാനസിക ശാരീരികമായ സന്തോഷം, അതാണ് ബയോട്ടോറിയം എന്ന് പറയുന്ന മനോഹരമായ ഈ ഒരു മേഖല നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നത് എന്നുള്ളത്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും, നമ്മൾ എപ്പോഴും പറഞ്ഞ ഫാമിലി ഓറിയന്റഡ് പ്രോഗ്രാം ആണ് ഇതെന്ന് പറയുന്നത് പോലെ ഒരു മാറ്റം അദ്ദേഹത്തിന് ഗുണകരമായി മാറി. അതുകൊണ്ടാണ് വളരെ സന്തോഷകരമായിട്ടുള്ള റിസൾട്ട് കേട്ടത്. ഞാൻ അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കേട്ടിട്ടാണ് രാവിലെ ഞാൻ എഴുന്നേറ്റ് എന്താണെങ്കിലും തീർച്ചയായിട്ടും തുടർന്നുള്ള ആളുകൾക്കും അദ്ദേഹത്തിന് വലിയൊരു റിസൾട്ട് കിട്ടട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇവിടെ കേൾക്കുന്ന ആളുകൾ, ഷാജി സാർ പറഞ്ഞത് കേൾക്കുന്ന പുതിയ ആളുകൾക്ക് ഇതൊരു പ്രചോദനമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു ജയ്മോൻ സാർ. അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള റിസൾട്ട്സ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. എത്ര വർഷം പഴക്കമുള്ള ഏത് രീതിയിലുള്ള അസുഖങ്ങളാണെങ്കിലും നമുക്ക് ആർക്ക് വേണമെങ്കിലും പ്രൊഡക്ട്സ് ധൈര്യസമേതം നിങ്ങൾ പ്രൊമോട്ട് ചെയ്തോളൂ. അടുത്ത ആൾ പറയൂ, അത് സംസാരിക്കും. ധാരാളം ആൾക്കാർ, പുതിയ ആൾക്കാരുണ്ട്, അവരെ കേൾക്കട്ടെ, മനസ്സിലാക്കട്ടെ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചികിത്സ ഉണ്ട്. അലോപ്പതി ആയുർവേദ ഹോമിയോ മാത്രമല്ല നമുക്ക് ലോകത്തുള്ളത്. പുതിയ ചികിത്സകളുണ്ട് ലോകം വളർന്നുകൊണ്ടിരിക്കുക. അതൊക്കെ എല്ലാവരും അറിയട്ടെ. ബയോമാഗ്നറ്റിക് തെറാപ്പി എന്താണെന്ന് അറിയട്ടെ, അതിന്റെ വലിപ്പം എന്താണെന്ന് അറിയട്ടെ. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ശോഭന മാം. എന്റെ പേര് ശോഭന. ഞാന് കാലാവസ്ഥയാണ് വീട്. കംസാർ വഴിയാണ് ഞാൻ ഈ കൺസൾട്ട് ഏറ്റെടുത്തത്. പിന്നെ എന്റെ റിസൾട്ട് പറയാന്ന് വെച്ചാൽ എനിക്ക് ഹൈ BP ആയിരുന്നു. ജോലി എടുക്കാൻ കഴിത്തരിച്ചിട്ട് ഒന്നിനും ഒരു പണിക്കും എനിക്ക് വയ്യാത്ത അങ്ങനെ കഷ്ടപ്പെടുകയായിരുന്നു. അപ്പൊ അങ്ങനെ ആ സമയത്താണ് സാറിനെ ഞാൻ പരിചയപ്പെട്ടത്. പിന്നെ അങ്ങനെ സാറ് പ്രോഡക്റ്റ് തന്നു. ഞാൻ അത് പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ ഏറ്റെടുത്തത്. അപ്പൊ കൈതരിപ്പില്ല, ഹൈ BP ഇല്ല. അപ്പൊ BP സത്യം പറയാന്ന് വെച്ചാൽ ഞാൻ BPക്ക് ഇപ്പൊ മരുന്ന് കഴിക്കണേ. പിന്നെ ജോലി എടുക്കുമ്പോ ഭയങ്കര ക്ഷീണാണ്. എന്താ പറയണ, ക്ഷീണിച്ചിട്ട് എല്ലാരും ചോദിക്കും എന്താ ഈ ഉറക്കം തൂങ്ങിയിരിക്കണേന്നുള്ളത്. പക്ഷെ ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഉറക്കം വരവ് അങ്ങനെ ഒന്നുമില്ല. ക്ഷീണവും ഹൈ BP എല്ലാം മാറി കിട്ടി. അതാണ് എനിക്ക് റിസൾട്ട് പറയുന്നത്. പിന്നെ ഞാൻ ഒരു പ്രോഡക്റ്റ് ഒരു കുട്ടിക്ക് ഞാൻ കൊടുത്തു. അതേപോലെ ആക്സിഡന്റ് വന്നിട്ട് എന്താ പറയാ കോമ സ്റ്റേജിലാണ് കുട്ടി കടന്നായിരുന്നത്. അപ്പൊ അത് കൊടുത്തതിന് ശേഷം ഒരു 1.5 മാസം കൊണ്ട് കുട്ടി നമ്മള് കൈകാലൊക്കെ ആക്കാനും നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അറിയാനൊക്കെ തുടങ്ങി. കണ്ണിന്നൊക്കെ കണ്ണീര് വരാനും അങ്ങനെയൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ കുട്ടി ഒരു എന്താ പറയാ ഇതില് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ 1-2 പേർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വെരിക്കോസ് വെയിൻ. അപ്പൊ അവർക്ക് ഞാൻ ഇത് കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ റിസൾട്ടൊക്കെ അറിഞ്ഞപ്പോ അവർക്ക് ഞാൻ കൊടുക്കാൻ നിൽക്കുകയാണ്. പിന്നെ പറയാന്ന് വെച്ചാ ഒരുപാട് പറയാനുണ്ട്. എനിക്ക് ഏറ്റവും റിസൾട്ട് നമ്മുടെ ഈ ദൈവത്തിന്റെ കയ്യിലുള്ള ഈ പ്രോഡക്റ്റ് ഇതേപോലെ സാറ് പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൊടുക്കുകയാണ്. നമ്മൾ മടി പിടിച്ചിരിക്കാതെ നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കല്ല സാറേ. നല്ല റിസൾട്ടാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് കൊണ്ട് കിട്ടുന്നത്. അപ്പോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമ്മൾ കണ്ടറിഞ്ഞിട്ട് നമ്മളത് പറയാൻ ശ്രമിക്കുക, ആരും മടി പിടിക്കാതെ. അത്രേ പറയാളൂ. താങ്ക് യു സാർ.
ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഷാജി സാറേ നമസ്കാരം. പറയൂ സർ, ഗഫ് പറയൂ. ഞാന് എടത്തനാട്ട ഗഫ് സാറേ. എനിക്ക് ഇതുപോലെ സാറ് മറ്റേ എന്താ സുബ്രഹ്മണ്യ സാറ് പറഞ്ഞ മാതിരി തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്റെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി അരിപ്പറ പോയതാ. അപ്പൊ അവിടുന്ന് അവർക്ക് വാങ്ങിക്കഴിഞ്ഞപ്പോ അവർ എന്നോട് ചോദിച്ചു ഷുഗറിൽ അവർക്ക് ഇത് പറ്റുമോ ചോദിച്ചു. അവരെ കാലിന് മുറിയുണ്ട് പറഞ്ഞു. അങ്ങനെ അവര് വിളിച്ചു പറഞ്ഞു അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് അങ്ങനെ കൊടുത്ത് 2 പേരില് നല്ല പഴുത്തിരിക്കായിരുന്നു. അവര് കഴിച്ച് കാണിച്ചു തന്നില്ല, മുറി കെട്ടി വന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോയി കൊണ്ട്. അങ്ങനെ അവർക്ക് ഇത് കൊടുത്ത് അവര് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഉംറക്ക് പോകണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവര് ഉംറക്ക് പോയി. കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റാതെ ഈ പ്രാവശ്യം പോകാൻ പറ്റുമോ, എന്റെ ഫാമിലി ഇവിടുന്ന് പോകുന്നുണ്ട്, അപ്പൊ അവരെ കൂടെ പോകാൻ പറ്റുമോ ചോദിച്ചു. തീർച്ചയായും പറ്റും, നിങ്ങൾ ഇത് നോക്കൂ, ഇവിടെ ഒരുപാട് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ് പറഞ്ഞു. അങ്ങനെ ഇത് അവർക്ക് കൊടുത്ത് അവർ വാങ്ങി ഉപയോഗിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ അന്വേഷിച്ചപ്പോ അവർ പറഞ്ഞു നല്ല മാറ്റമുണ്ട്, നല്ല ക്ഷീണത്തിന് കുറവുണ്ട് പറഞ്ഞു. അങ്ങനെ വാങ്ങി ഉപയോഗിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു അന്വേഷിച്ചപ്പോ പറഞ്ഞു മുറി പറ്റ മാറി എന്ന്. മുറിച്ച് കളയണം എന്ന് പറഞ്ഞ മുറിവായിരുന്നു 2 പേരില്. ഇത് മാറി അവര് പിന്നെ പിറ്റേ ദിവസം അവര് ഉംറക്ക് പോയി 2 ആഴ്ച കൊണ്ട്. ഇപ്പൊ സുഖമായി, അവര് നല്ല ഉഷാറായിട്ടുണ്ട്. പുഴക്കാട്ടിയുള്ള കുഞ്ഞാങ് പറഞ്ഞ വ്യക്തിയാണ്, മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് സാറേ. ഞാനിതിൽ വന്നിട്ട് എനിക്ക് 25 വർഷത്തിന് മുകളിൽ ഡിസ്കിന് കംപ്ലൈന്റ് ആയിരുന്നു. അത് ഒരു വേദനയോട് ഒരുപാട് സഹിച്ചതായിരുന്നു. ഇപ്പൊ വേദനയില്ല, ഡിസ്കിന്റെ കംപ്ലൈന്റ് ഒരു പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രശ്നമില്ലാതെ നടക്കുന്നുണ്ട്. ഈ റിസൾട്ട് നമ്മൾ ഒരുപാട് ആളുകൾ കൊടുത്തിട്ട് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട് സാറേ. ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു പ്രൊഫസർ. അടുത്ത ആളെ സംസാരിക്കും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സലീം സാർ. സാറേ, ഞങ്ങള് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ വീട്. പേര് സലീം. ബെന്നി സാറിന്റെ ടീമില് ഈ പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് തമ്പി സാറാണ് പെരുമ്പാവൂര്. ഞാൻ പ്രൊഡക്റ്റ് മറ്റൊരാൾക്ക് കൊടുത്തതിനെ കുറിച്ച് പറയാനുള്ള ഒരു 60 വയസ്സുള്ള ഒരു സ്ത്രീക്ക്, ഇടത്തലയിലുള്ള ഒരു സ്ത്രീക്ക് പ്രൊഡക്റ്റ് കൊടുത്തിരുന്നത്. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ അസുഖമായിരുന്നു അവർക്ക്. മൊത്തം അവർക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവരിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതുകൂടാതെ അവർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. പ്രഷർ, ഷുഗർ, ഇത് രണ്ടും ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഒത്തിരി ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ മാട്രസ് കൊടുത്ത് ഞാൻ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ അവരെ വിളിച്ചപ്പോ അവർക്ക് വളരെ വിറയിൽ കുറവില്ല, വളരെ ആശ്വാസമുണ്ട്. എനിക്ക് എന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ആ ക്ഷീണം ആദ്യമായിട്ട് മാറി. എനിക്ക് നല്ല ഉറക്കം കിട്ടി. അതുകൂടാതെ എനിക്ക് വയറ്റിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി സിറപ്പുകളൊക്കെ കഴിച്ചെങ്കിലും എന്റെ ആ പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടില്ല. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. അതുകൂടാതെ നല്ല എനിക്ക് അത്രയും കാര്യങ്ങൾ അവർക്ക് കിട്ടി. പിന്നെ ഈ വിറയല് തീർത്ത് മാറിയില്ലായിരുന്നു. വിറയല് ഒരു 1.5 മാസം 2 മാസം കഴിഞ്ഞപ്പോ അവർക്ക് ആ വിറയലിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇന്ന് അവരുടെ ഒരു മകളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു വിവാഹ വീട്ടിലോ അവർക്ക് പോകാൻ യാത്ര ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ ഓട്ടോറിക്ഷയിൽ പോകാൻ, തിരിച്ചു വരാൻ അത്ര മാത്രം അവർ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരുടെ മകള് പറയണ 2.5 വർഷത്തോളം എന്റെ വീട്ടിൽ എന്റെ ഉമ്മ വന്നിട്ട് ആ ഉമ്മക്ക് ഒത്തിരി ഗുണം കിട്ടി. ഇപ്പൊ എന്റെ ഉമ്മ എന്റെ വീട്ടിൽ 2.5 വർഷത്തിന് ശേഷം വന്നു. യാത്ര ചെയ്യുമ്പോ ഉമ്മക്ക് ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. ഛർദിക്കാൻ വരുമായിരുന്നു, തലക്ക് ഭയങ്കര പെരുപ്പ് വരുമായിരുന്നു. പിന്നെ അന്ന് ഉമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടാതെ ഉമ്മ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു. അതൊക്കെ മാറി ഇന്ന് വളരെ ഇതായിരുന്നു. അതുകൂടാതെ ഡോക്ടർ 2 വർഷമാണ് അവർ ഒത്തിരി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് ഇതിന്. അപ്പൊ 2 വർഷത്തോളം ഇന്ന് മരുന്ന് കഴിച്ചാൽ മതി, പിന്നെ കഴിക്കണ്ട എന്നുള്ള ഒരു ഇതിലാണ് ഡോക്ടർ പറഞ്ഞത്. ഈ മരുന്നല്ലാതെ ഡോപ്പോമിൻ ഉണ്ടാകുന്നതിനുള്ള ഒരു മരുന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന ഒരു ഇതില് അവർക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടി. ഈ നമ്മുടെ മാട്രസ്, ഈ ബാറ്റോറിയത്തിന്റെ നമ്മുടെ മാട്രസ് ഉൽപ്പന്നം ഉപയോഗിച്ച് അവർക്ക് ഒത്തിരി മാറ്റം കിട്ടി. ഒത്തിരി ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന അവർ ഇന്ന് ഒരു ഗുളികയെ കഴിക്കുന്നുള്ളൂ. തലയിലേക്കുള്ള ഏതൊരു ഞെരുപ്പ് അവരുടെ ഒരു ചെറിയതുണ്ട്,
അതിന് മാത്രമുള്ള ഇപ്പൊ ഒരു ഗുളിക മാത്രമാണ് കഴിക്കുന്നുള്ളൂ. അവരുടെ ആ വിറയല് തീർത്തും മാറി അവർ ഹാപ്പി ആയിട്ടിരിക്കും. താങ്ക് യു വിളിക്കൽ വീഡിയോ ഉണ്ടാക്കുന്നില്ല. എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. ഞാനിത് എന്റെ ബയോട്ടോറിയം മാഗ്നറ്റ് 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. എന്റെ കൈകാലെല്ലാം തരിപ്പുകളും അതുപോലെ ഒരു കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലും നടുവേദനയും മുട്ടുവേദനയും കൊണ്ട് കഷ്ടപ്പെടുന്ന സമയത്താണ് എനിക്ക് ഈ ഉൽപ്പന്നം കിട്ടിയത്. ഞാനത് കൃത്യമായി ഞാൻ 82 കിലോ തൂക്കമുള്ള ഞാൻ കൃത്യമായിട്ട് വെള്ളം കുടിക്കുകയും മാട്രസ് പാഡ് ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് എന്റെ കൈകാല് തരിപ്പുകളോ മുട്ടുവേദനയോ നടുവേദനയോ ഒന്നുമില്ല. എന്റെ ഭാര്യയ്ക്ക് വെരിക്കോസ് ഉണ്ടായിരുന്നു, അതും മാറിക്കിട്ടി. അങ്ങനെ ഒട്ടനവധി റിസൾട്ടുകൾ എനിക്ക് കിട്ടിയപ്പോ എന്റെ സുഹൃത്തുക്കളോട് ഞാനിത് പറയുകയും ഇപ്പൊ അവരിൽ കൂടി എനിക്ക് നല്ലൊരു ടീമിനെ കൊടുക്കാൻ കഴിയും. എന്റെ കൂടെ വന്നവർക്കെല്ലാം 10 ലക്ഷം 15 ലക്ഷം രൂപ ഇൻകം നേടിക്കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രമാത്രം മിറാക്കിള് റിസൾട്ടുള്ള ഉൽപ്പന്നം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഇതെല്ലാ വീട്ടിലും ഇത് അത്യാവശ്യമായിട്ട് വരും. അതിനെല്ലാവർക്കും സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഈ ബയോട്ടോറി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അടുത്ത ആള് പറഞ്ഞോളൂ. മോർണിംഗ് സർ, ഞാൻ സിന്ധു NIT ആണ്. ഞാൻ എന്റെ റിസൾട്ട് കുറെ മുന്നേ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ റിസൾട്ടിന്റെ പറയുമ്പോൾ പുതിയ ആളുകൾക്ക് വേണ്ടി അവരെ ഇതിലേക്കൊന്ന് പറയാണ്. ഞാൻ കൊടുത്ത ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്റെ കയ്യിൽ ഈ ബയോട്ടോറി എപ്പോഴും കെട്ടാറുണ്ട്. പുറത്തു പോയ സമയത്ത് ഒരു ചേച്ചി എന്നോട് ചോദിച്ചു എന്താണ് ഈ സംഭവം എന്നുള്ളത്. അപ്പൊ അവരുടെ ഹസ്ബൻഡിന് ഷുഗർ കൂടിയതും പിന്നെ ഹാർട്ടിന് കുഴപ്പം, കണ്ണിന് തിമിരത്തിന് ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്താണ് കണ്ടുമുട്ടിയത്. അപ്പൊ അങ്ങനെ അവർക്ക് ഹോട്ടലായിരുന്നു. അപ്പൊ ഹോട്ടൽ നടത്തുമ്പോൾ ഈ അസുഖം കാരണം തീരെ വയ്യാതെയായി അവര് ഹോട്ടല് വേറെ വാടകയ്ക്ക് കൊടുത്ത സമയത്താണ്. അപ്പൊ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടായി. ഞാൻ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അവരുടെ കയ്യിൽ അന്ന് പണം ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഒരു റിസ്കിൽ അവരുടെ അത്രയും താല്പര്യപ്രകാരം ഞാൻ പ്രൊഡക്റ്റ് കൊടുത്ത് ഏകദേശം ഞാൻ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അവര് ഉഷാറാണ്. അവര് പിന്നെ ഉപയോഗിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിയുമ്പോൾ ഉഷാറായി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങള് ഇടയ്ക്കിടയ്ക്കായി വിളി കുറഞ്ഞു വരുമല്ലോ നമ്മള് തിരക്കാവുമ്പോ. അങ്ങനെ പിന്നെ ഒരു 6 മാസത്തിന് ശേഷം അവർ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ആസ്പിരിൻ എന്ന് പറഞ്ഞ ഗുളിക ഇനി കുടിക്കണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പം നല്ല ഉഷാറാണ്. ഇപ്പൊ ഹോട്ടല് ബിസിനസ് ഒക്കെ അവർ തന്നെ തിരിച്ച് ഏറ്റെടുത്തു തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള നല്ല റിസൾട്ടാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത് ഈ ബയോട്ടോറിയത്തിലൂടെ. അപ്പൊ ഒരു റിസൾട്ട് എന്റെ റിസൾട്ട് ഒരുപാട് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ എല്ലാവർക്കും പുതിയ ആളുകൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു മാത്രം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ താങ്ക് യു സുന്ദമൻ. അടുത്ത ആളെ സംസാരിച്ചോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഓഡിബിൾ ആണോ? ഗുഡ് മോർണിംഗ് സഫിയ മാം, പറയൂ. ഓക്കെ, എന്റെ പേര് സഫിയ, IBG ഗ്രൂപ്പിലാണ്. എനിക്കിപ്പോ അടുത്ത ദിവസം ഉണ്ടായ ഒരു റിസൾട്ട് ആണ്. ആരും പറയാൻ മടിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ കയറി പറയുന്നത്. അതായത് ഞാൻ കുറച്ച് ദിവസമായിട്ട് യാത്രയിലായിരുന്നു. അപ്പൊ യാത്രയ്ക്കിടെ ഉണ്ടാകുന്ന അലർജി, അതായത് ഈ പൊടിയൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു അലർജി ഉണ്ടല്ലോ, സ്വാഭാവികമാണ്. അപ്പം രാത്രി കിടക്കുമ്പോഴത്തേക്കും ഭയങ്കര കുത്തിയുള്ള ചുമ, തൊണ്ട ഭയങ്കര പ്രശ്നം, തൊണ്ട ചൊറിച്ചിലും ഒക്കെ. അപ്പൊ ഫാന്റെ കാറ്റിടുമ്പോഴത്തേക്കും ഒന്നും കൂടെ പ്രശ്നമായി. അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ കയ്യിൽ കിട്ടുന്ന നീളമുള്ള റിസ്റ്റ് ബാൻഡ് എടുത്ത് കഴുത്തിൽ കെട്ടി. അപ്പൊ ആ ചുമ നിൽക്കുകയും ഫാൻ ഇട്ടിട്ട് പോലും ചുമച്ചില്ല, നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചു. അത്ര എന്ത് പെട്ടെന്ന്. അപ്പൊ നമ്മള് സാധാരണ ഇപ്പൊ റിസ്റ്റ് ബാൻഡ് ഒന്നുമില്ല, ഈ ബയോട്ടോർ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും, അപ്പൊ തന്നെ നല്ല അലർജിയുടെ ഗുളിക എടുത്ത് കഴിച്ച് അതോടുകൂടി ആൾ ഉറങ്ങി. എന്താ പറയാ, നേരം വെക്കുമ്പോ രാവിലെ എഴുന്നേക്കാനും ഒരു ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ ഈ പ്രോഡക്റ്റ് അകത്തേക്ക് കഴിക്കുന്നില്ല, പുറമെ പുരട്ടുന്നില്ല, കഴുത്തേലൊന്ന് റാപ്പ് ചെയ്ത് വെക്കുന്നു. അതോടൊപ്പം ആ ചുമ മാറുകയും നല്ല ഡീപ്പ് സ്ലീപ്പ് ഉറക്കം കിട്ടുകയും ചെയ്തു. അതൊരു ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്. അപ്പൊ എന്തുകൊണ്ട് ഈ റിസൾട്ട് പറയാൻ ആളുകൾ മടിക്കുന്നു എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഒരു ഉറക്കം കൊണ്ടാണെങ്കിലും അതൊരു റിസൾട്ട് തന്നെയാണ്. അപ്പൊ എല്ലാവരും മുന്നോട്ട് വന്ന റിസൾട്ട് പറയുകയും നമ്മുടെ ഈ പ്രോഡക്റ്റിനെ മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. താങ്ക് യു ഷാജി സാർ. താങ്ക് യു. അടുത്ത ആൾ സംസാരിച്ചു. എനിക്ക് നിങ്ങൾ അടുത്ത ആൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട്, പറ്റുന്ന ആൾക്കാര് ദയവ് ചെയ്ത് വീഡിയോ ഓൺ ചെയ്ത് സംസാരിച്ചാൽ അതൊരു എന്താ പറയാ, കണ്ട് സംസാരിക്കുമ്പോൾ ഒരു സുഖം വേറെയാണ്. എല്ലാവർക്കും അത് ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കും. ശ്രീമാസ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാന് കൊല്ലം ഡിസ്ട്രിക്റ്റിന്റെ സ്റ്റോക്കിസ്റ്റ് ആണ്. ഞാൻ 2 വാക്ക് പറയാം.
ഞാന് ഈ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് എടുക്കാനുണ്ടായ പ്രധാന കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് 15 വർഷമായിട്ടുള്ള അലർജി 7 ദിവസം കൊണ്ട് മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിന്റെ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് എടുത്തത്. നമ്മൾ എല്ലാവരും ഇതിലിപ്പം ഇത്രയും ആൾക്കാരുണ്ട്, എത്ര പേര് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കണം നമ്മൾ എത്ര പേര് ഇത് കൈ കെട്ടി ആളുകൾ കാണത്തക്ക രീതിയിൽ നടക്കുന്നു. ഒരു പകുതി പേര് പോലും കാണില്ല. നമ്മൾ കൃത്യമായിട്ട് ഈ റിസ്റ്റ് ബാൻഡ് കെട്ടി നടന്നാല് നമുക്ക് ഓരോരുത്തരും ഇത് ആളുകൾ ഇപ്പൊ അവിടെ ഇവിടെ എല്ലാം ചോദിച്ചു തുടങ്ങി ഇതെന്താ പലരുടെയും കൈ കാണുന്നല്ലോ എന്ന്. നമ്മളിത് ഈ പ്രോഡക്റ്റ് മേടിച്ച എല്ലാവരും ഇത് കൃത്യമായി ഇത് ഉപയോഗിക്കുകയും കൃത്യമായി ആളുകളെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്ത, അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അത് ഇത് 1ഓ 2ഓ പ്രാവശ്യം പറഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ കയറുന്ന ഒരു സംഭവമല്ല. അന്നേരം അതുകൊണ്ട് നമ്മൾ കൃത്യമായി എല്ലാവരും ഇത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു ശ്രീനിവാസ് സാർ. ശ്രീനിവാസ് സാർ പറഞ്ഞ ഒരു പോയിന്റ് വളരെ 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 വലിയൊരു പോയിന്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മുടെ റിസ്റ്റ് ബാൻഡ് കൈ കെട്ടി മാക്സിമം നടക്കുക. കാരണം അത് എല്ലാവരും അറിയട്ടെ, എന്നിരുന്നാലും ആൾക്കാർ ചോദിക്കത്തുള്ളൂ, കാണുമ്പോഴാണ് ആൾക്കാർ ചോദിക്കത്തുള്ളൂ. അപ്പൊ ആ ചോദിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ ബയോട്ടത്തിനെ കുറിച്ച് ഈ ബയോമാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് പറയാനുള്ള അവസരമായി അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും സാർ പറഞ്ഞൊരു വലിയൊരു പോയിന്റ് ആണ്. അടുത്ത ആൾ സംസാരിക്കും. ഹലോ പറയൂ സാർ, പറയൂ സാർ. ഷഫീഖ് സാർ പറഞ്ഞോളൂ. വിരാജ്പേട്ടോ ഷഫീഖ്. ഞാനിപ്പോ ഏകദേശം 9ാമത്തെ മാസമാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് പിന്നെ അൾസറായിരുന്നു, 30 വർഷത്തെ പഴക്കം. പിന്നെ എല്ലാം ക്ലിയർ ആയി, 10 ദിവസം കൊണ്ട് തന്നെ മാറി. ഇപ്പൊ ഫുൾ ക്ലിയർ ആയി. എന്റെ ഏറ്റവും നല്ല ഹെൽത്തി ഉള്ള ഒരു അവസ്ഥയില് ഇപ്പൊ ആയി മാറി. പിന്നെ അതുപോലെ ഞാൻ പിന്നെ എനിക്കൊരു ആസ്തമ, ശ്വാസം മുട്ടായിട്ട് രാത്രി ഉറങ്ങാൻ കഴിയും, ഭയങ്കര വിഷമ. അപ്പൊ എന്നോട് ഇങ്ങനെ ഈ വിഷയം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഓക്സിജന്റെ അളവ് കറക്റ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ആസ്തമന്റെ പ്രശ്നം ഏറെക്കുറെ ക്ലിയർ ആയി കിട്ടും. അപ്പം പിന്നെ അവർക്ക് തിരക്കായി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് ബുക്ക് ചെയ്തിട്ട് 5 പ്രാവശ്യം ഇപ്പൊ കുറച്ച് ലേറ്റ് ആകുന്നുണ്ടല്ലോ. അപ്പൊ കുറെ പിന്നെ ഡെയിലി ചോദിക്കല്ലേ, എനിക്ക് ഉറക്ക് തീരെ കിട്ടുന്നില്ലെങ്കിൽ സാധനം വേണം പറഞ്ഞിട്ട് അങ്ങനെ അത് പിന്നെ സാധനം വന്ന് കൊടുത്ത് പിറ്റേന്ന് എന്നെ വിളിച്ച് നല്ല നന്നായിട്ട് തുടങ്ങി. ശ്വാസം മുട്ടി നല്ല ക്ലിയർ, സമാധാനം ഉണ്ട്, നല്ല രീതിയിൽ ഉറങ്ങി. പിന്നെ അതുപോലെ എനിക്ക് നേരത്തെ ആക്സിഡന്റ് ആയിട്ട് കാലിന് റാഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ റാഡ് എടുക്കേണ്ട ടൈം കഴിഞ്ഞിട്ട് എടുത്തിട്ടില്ല. അപ്പൊ അവിടെ കുറച്ച് പൈപ്പും ചലവൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു എന്റെ ഡെയിലി ബാൻഡേജ് ആക്കുന്നതാ. ഇപ്പൊ നോക്കുമ്പോൾ ഡ്രൈ ആയിക്കൊണ്ടുണ്ട്, നല്ല സമാധാനം ഉണ്ട്. എനിക്ക് വളരെ സന്തോഷം. അങ്ങനെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഷഫീഖ് സാർ. അടുത്ത ആൾ സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് ബാബു സാർ. ഗുഡ് മോർണിംഗ് ഷായി സാർ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്റെ പേഴ്സണൽ റിസൾട്ട് അല്ല, ഞാൻ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ പേര് ഭഗത്ത്, വീട് ഒറ്റപ്പാലം, പാലക്കാട് ജില്ലയാണ്. അപ്പൊ ഞാൻ തൃശ്ശൂര് ഒരു ESI ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഏകദേശം ഒരു 13 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്ര വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു പേഷ്യന്റ് ഉണ്ട് ഇവിടെ. ആ പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ആംബുലൻസിലാണ് ഇങ്ങോട്ട് കൊണ്ടുവരാറ്. അപ്പൊ അതേമാതിരിയുള്ള ശ്വാസം മുട്ടലുള്ള കേസാണ്. നിൽക്കുന്ന സമയത്ത് തന്നെ ആള് ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കും ശ്വാസം മുട്ടിയിട്ട്. അപ്പൊ അത്രയധികം ശ്വാസം മുട്ടലുള്ള ആളായിരുന്നു പുള്ളിക്ക്. അതേമാതിരി വയറും ബോഡിയെല്ലാം ഭയങ്കര തടിയാണ്. അപ്പൊ അതുകൊണ്ട് ഡ്രസ് ഇട്ടുണ്ടെങ്കിൽ കൂടി അത്രയും ഇറിറ്റേഷൻ ആയിട്ട് ഇരിക്കുന്ന വ്യക്തിയായിരുന്നു. ആ പുള്ളിക്ക് ഞാനിപ്പോ ഒരു 3 മാസമായി നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ കൊടുത്തു. അപ്പൊ അവിടെ പുള്ളി മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് വരും. അവരുടെ ആരെങ്കിലും മക്കളുണ്ടാവും. അപ്പൊ ആ സമയത്ത് ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഒരു 10 ദിവസം കൂടി ആയിട്ടില്ല, പുള്ളിക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു. പറഞ്ഞാൽ ആള് വളരെ ഹാപ്പി ആയിട്ട് പുള്ളിക്ക് എന്താണെന്ന് വെച്ചാൽ ബോഡിയിലെ വെയിറ്റ് ഫുള്ള് കുറഞ്ഞു, ശരീരം ഫുള്ള് കുറഞ്ഞിട്ട് വെയിറ്റ് എല്ലാം ലോസായി. അതേമാതിരി ശ്വാസം മുട്ടൽ നന്നായിട്ട് കുറഞ്ഞു. അപ്പോ പിന്നെ അതേമാതിരി പുള്ളിക്ക് എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. പച്ചവെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പൊ പച്ചവെള്ളം ഇപ്പൊ പുള്ളിക്ക് ഏറ്റവും ഹാപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് അമ്പലത്തേക്ക് വിളിക്കാനും പോകുന്ന സമയത്ത് എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഹാപ്പിയാണ് ആള്. അതേമാതിരി എല്ലാ വ്യക്തികളുടെ അടുത്ത് ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി എന്നെ കാണാൻ വേണ്ടി ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നു, വേറൊരാളെ കൂട്ടിയിട്ട്.
അപ്പൊ നമ്മുടെ ഹാപ്പിയാണ്. ഹോസ്പിറ്റലിലേക്ക് ഇതേമാതിരി എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി നമ്മളെ കാണാൻ വേണ്ടിയിട്ട് 74 വയസ്സായി കഴിഞ്ഞ ആളാണ്. അപ്പൊ നമ്മളെ കാണാൻ ഇവിടെ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളാരും അല്ല, പക്ഷെ ഈ പ്രൊഡക്റ്റ് നമ്മളെ റെക്കമെൻഡ് ചെയ്തു, അവർ യൂസ് ചെയ്തു, ഫുള്ള് സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ അതേമാതിരി ഷുഗറും പുള്ളിയുടെ ഫുള്ള് കുറഞ്ഞു. അപ്പൊ മെഡിസിൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. അപ്പൊ പുള്ളിയുടെ ഈ ചേഞ്ചസ് കണ്ടിട്ട് പുള്ളിയുടെ നാട്ടിലുള്ള ആളുകൾ എന്താ വെച്ചാൽ പുള്ളി നടന്നു പോകുന്ന സമയത്ത് കൂടെ ആരും ഇല്ലാതെ പോകാൻ പറ്റില്ല, അതേമാതിരി കയറ്റൊന്നും നടന്ന് കയറാൻ പറ്റില്ല, അതേമാതിരി ഉണ്ടായിരുന്നതാണ്. അപ്പൊ പുള്ളി ഇപ്പൊ മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിന്നിട്ടാണ് ഈ കയറ്റങ്ങളെല്ലാം കയറിയിരുന്നത്. ഇപ്പൊ പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡായിട്ട് തന്നെ നടന്നിട്ട് എല്ലാം കയറുന്നുണ്ട്. അപ്പൊ അവര് വീടിനുള്ള അവിടെ അടുത്തുള്ള ആളുകൾ എന്നെ വിളിച്ചു. അടുത്തുള്ള ആളുകൾ വിളിച്ചിട്ട് ഈ എന്താണ് ഈ സംഭവം, എന്താ പ്രൊഡക്റ്റ് കൊടുത്തതെന്ന് പറഞ്ഞ് അവർക്ക് ഈ 2-3 പേര് ഈ പ്രൊഡക്റ്റ് പുള്ളിയുടെ അടുത്ത് വാങ്ങിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പൊ അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇങ്ങോട്ട് വന്നത്. അപ്പൊ നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ അപ്പൊ ഞാൻ കൊടുത്തിട്ടിപ്പോ ഡയബറ്റിക്കിന് ഫുള്ളായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ ശ്വാസമുട്ടലിന്റെ ഇതൊരു കാര്യമാണ്. ഡയബറ്റിക് പേഷ്യൻസിന് കൊടുത്തിട്ട് ഒരു 2 മാസം മുന്നേ ഞാൻ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് വരെ ഡയബറ്റിക് ലെവല് 300 ലെവലിൽ നിന്നെല്ലാം 200 ലെവൽ വരെ താഴ്ന്നിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ് ഡയബറ്റിക്കിന്റെ കാര്യത്തില്. അതേമാതിരി ഉറക്കത്തിന്റെ കാര്യം 2-3 പേര് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടൊന്നുമല്ല, അവര് മ്യൂച്വലി പറയാണ്. മറ്റേയാളെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, കിടക്കുമ്പോ നല്ല ഉറക്കമുണ്ട്, പുള്ളി ഹസ്ബൻഡ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഒരു പെയിന്റിങ് ചെയ്യുന്ന ഒരു വ്യക്തി, അതേമാതിരി വേറൊരാൾ എക്സർവീസ്മാനൊക്കെയാണ്. അപ്പൊ അവര് ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷീണം കൊണ്ട് ആദ്യം വന്നാൽ അതിന്റെ മുകളിൽ ഉറങ്ങാണ് ചെയ്യുന്നത്. നമ്മളെ മാട്രസിന്റെ മുകളിൽ കിടന്നുറങ്ങിയിട്ട് എന്നിട്ട് 9-10 മണിക്ക് ശേഷമാണ് ഈ ബെഡിൽ നിന്ന് എണീറ്റിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആ വ്യക്തി തന്നെ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ആദ്യമല്ല 5 മണിക്ക് എണീറ്റിരിക്കുന്ന വ്യക്തി ഇപ്പൊ പറയാണ് ഭാര്യ പോയി വിളിക്കാതെ 6 മണിയായി കൂടി എണീക്കില്ല എന്ന്. അപ്പോ അത്രയധികം റിസൾട്ടാണ് നമ്മുടെ മാട്രസിന്. അപ്പോ ഇതുമായി കണ്ടമാനം റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് പറഞ്ഞിട്ട് ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് അതല്ല പേഴ്സണലി എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സർവീസ്മാൻ ആയിരുന്നു, എനിക്ക് ഹൈ BP ആയിരുന്നു, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു, ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെല്ലാം മെഡിസിൻസ് കഴിച്ചിരുന്നാണ്. അതിന് കംപ്ലീറ്റ് എനിക്ക് മാറ്റങ്ങൾ വന്നു. ഇന്ന് ഒരു മെഡിസിൻസ് കഴിക്കുന്നില്ല. നമ്മുടെ വാട്ടർ എനർജി പായിട്ടുള്ള വെള്ളം, നമ്മുടെ ആ പ്രീഷ്യസ് ആയിട്ടുള്ള മറ്റേ നമ്മുടെ വാട്ടറാണ്, വാട്ടർ എനർജി പാഡിൽ കുടിക്കുന്ന നമ്മുടെ മാഗ്നൈസ് വാട്ടറാണ് നമ്മുടെ ഒരേ ഒരു മെഡിസിൻ. വേറെ ഒരു മെഡിസിൻസും കഴിക്കുന്നില്ല. അതുകൊണ്ട് അത്രയധികം ഹാപ്പിയാണ്. നമ്മുടെ നാട്ടിൽ ഞാൻ മാക്സിമം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആവശ്യം യൂസ് ചെയ്താൽ മാത്രം ഈ സാധനം പ്രൊഡക്റ്റ് വാങ്ങി അടുത്ത് വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇത് പറയാൻ ഒരു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 മാസം മുന്നേ ഞാൻ വേറെ ആൾക്ക് കൊടുത്തു പറഞ്ഞു. അവർക്ക് 2 മാസം കൊണ്ട് മാറ്റം വന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് സെയിം ഡേ 2 മാസം മുന്നേ തന്നെ ഞാൻ വേറൊരു ഡയബറ്റിക് വന്ന് കാല് പഴുപ്പുള്ള വ്യക്തിക്ക് കൊടുത്തു. അപ്പൊ ആ കാലിന് പഴുപ്പുള്ള വ്യക്തിക്ക് കൊടുത്തു. ആ ദിവസം തന്നെ വേറെ 2 പേർക്കും കൊടുത്തിരുന്നു. അപ്പൊ ഈ 2 മാസം കഴിഞ്ഞപ്പോ ഈ വ്യക്തികൾക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ മാറ്റമാണ്, വളരെ ഹാപ്പിയാണ്. ഞാൻ പിന്നീട് ഈ മറ്റേ ഒരു വ്യക്തിക്ക് പോയി നോക്കിയപ്പോ ഈ പുള്ളി അത് കുടിക്കുന്നുണ്ട്, ഈ വെള്ളം കുടിക്കുന്നില്ല, റിസ്റ്റ് ബാൻഡ് കെട്ടണമില്ല. അപ്പോ ആ പുള്ളിയുടെ കാല് ഇന്നും അതിന് മോശമായിട്ടായിരിക്കുന്നു. അവര് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് വീട്ടിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. അവര് പറഞ്ഞു, ഞാൻ ദിവസം വിളിച്ചു പറയും, ഞാൻ കുടിക്കാൻ പറയും, വെള്ളം കുടിക്കുന്നില്ല. ഞാൻ പറയും നമ്മുടെ വാട്ടർ വെച്ചാൽ നിങ്ങൾ കാല് കഴുകുക, അതുപോലെ ഇത് കുടിക്കുകയും ചെയ്യുക, റിസ്റ്റ് ബാൻഡ് കെട്ട് പറയുമ്പോൾ ഇത് എവിടേക്കെങ്കിലും പോകുമ്പോൾ എങ്ങനെ കെട്ടുക ആൾക്കാരുടെ മുന്നിൽ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് കറക്റ്റ് വാങ്ങിയിട്ട് കുടിക്കുകയും ചെയ്യുക, അതേമാതിരി കൈ റിസ്റ്റ് ബാൻഡ് കെട്ടുക, അപ്പൊ മാത്രമാണ് ഇതിന് ചേഞ്ചസ് വരുള്ളൂ. അല്ലാതെ ഈ ബയോട്ടോണിക്കിന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് അവിടെ എടുത്തു വെച്ചുകൊണ്ടൊന്നും ആരെയും അസുഖം മാറില്ല. കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് റിസൾട്ട് കിട്ടും. ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കാൻ എല്ലാവർക്കും നോക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഈ ബയോട്ടോണിക് പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യും. താങ്ക് യു വെരി മച്ച്. സംസാരിക്കാൻ ഞാൻ വീണ്ടും പറയാണ്, സംസാരിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് മ്യൂട്ട് ചെയ്തേക്കൂ. വലിയ റിസൾട്ട് പറഞ്ഞത് രാജ്മ മാഡം പറഞ്ഞോളൂ. പറയൂ മാം. എന്റെ വീട്ടില് എനിക്കും എന്റെ ചേട്ടന് നല്ല റിസൾട്ട് കിട്ടിയതാ സാറേ. ഷുഗർ ഹൈ ലെവലായിരുന്നു. 3 മാസം ഉപയോഗിച്ചപ്പോഴേ മരുന്ന് ഈ നമ്മുടെ പ്രോഡക്റ്റ് 3 മാസം ഉപയോഗിച്ചത് കംപ്ലീറ്റ് മരുന്ന് മാറ്റി. ഷുഗറിന് മരുന്നേ കഴിക്കുന്നില്ല. ഇപ്പം 6 മാസം 5.5 മാസവും കഴിഞ്ഞു. പിന്നെ എന്റെ കാലിന് എനിക്ക് നടുവിന് ഡിസ്കിന് കംപ്ലൈന്റ് ആയിരുന്നു, അത് പൂർണ്ണമായിട്ട് മാറി.
പിന്നെ എന്റെ കാലിന് വെരിക്കോസ് വെയിന്റെ വേദന 2 കാലിനും ഉണ്ടായിരുന്നു. അതും പൂർണ്ണമായിട്ടും മാറി. ഇപ്പം വേദനയില്ലാത്ത ഒരു ജീവിതമാണ്. മരുന്നുകൾ ഒന്നും ഉപയോഗിക്കുന്നില്ല, സുഖമായിട്ട് കഴിയുന്നു. അങ്ങനെ പ്രോഡക്റ്റ് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇത്രയാണ് സാറേ പറയാനുള്ളത്. ഓക്കെ, നിറയെ റിസൾട്ട്സ് ആണ് ഇന്ന് കിട്ടിയിരുന്നത്. മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു കാര്യം നിങ്ങൾ ടെസ്റ്റിമോണിയൽ ഡേയിൽ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുക, ഓഫ് ചെയ്ത് വെക്കുക, ആവശ്യത്തിന് മാത്രം സംസാരിക്കാനായിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. സലീം സാർ പറഞ്ഞത് വളരെ കറക്റ്റ്. ഞാൻ വീണ്ടും വീണ്ടും പറയാണത്. അപ്പൊ അതുകൂടാതെ നമുക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഞാൻ കുറച്ച് പോയിന്റ്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ റിസ്പാൻഡ് എല്ലാവരും കൈകെട്ടി നടക്കുക. കാരണം ലോകര് കാണട്ടെ, ഇങ്ങനെ ഒരു ചികിത്സ ഉണ്ടെന്നുള്ളത് എല്ലാവരും അറിയട്ടെ. അപ്പൊ അങ്ങനെ അറിഞ്ഞറിഞ്ഞ് ധാരാളം ആൾക്കാരിലേക്ക് എത്തുമ്പോഴാണ് നിറയെ ആൾക്കാർക്ക് സൗഖ്യം നൽകാൻ നമുക്ക് പറ്റുന്നത്. അത് നിറയെ ആൾക്കാർക്ക് നല്ലൊരു അനുഭവം വരുമാറാകട്ടെ. അപ്പൊ നമുക്കിതൊരു പുതിയൊരു ചികിത്സ അത് ഉള്ളിലേക്ക് കഴിക്കാനില്ല. അത് എല്ലാവരും ധരിപ്പിച്ച് എല്ലാവർക്കും കറക്റ്റായിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ധാരാളം ആൾക്കാർക്ക് റിസൾട്ട്സ് കൊടുക്കുക. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ റിസൾട്ടിന്റെ ദിവസമായിരുന്നു. തുടക്കം മുതൽ ഈ സമയം വരെ 7:30 മണി വരെ വളരെ കൃത്യമായ രീതിയിൽ എല്ലാവരും ഓരോ റിസൾട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് മറ്റു മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വ്യക്തികളിലേക്ക് ഈ ഒരു അവസരം എത്തിക്കാനായിട്ടും വളരെ പ്രതിജ്ഞാബദ്ധമായിട്ട് ഈ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുള്ള ആളുകളാണ് ഈ കൂട്ടത്തിലുള്ളവര്. അപ്പോൾ സ്വാഭാവികമായിട്ട് തുടക്കം മുതൽ ഈ ഒരു സമയം വരെ ചില ഡിസ്റ്റർബൻസുകൾ, കാരണം ഈ മൈക്ക് ഓഫ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ കൺഫ്യൂഷൻസ് ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അത് ഓൺ ചെയ്ത് വെച്ചിട്ടൊക്കെ സംസാരിച്ചിട്ട് പോകും. ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. മുൻപരിചയമില്ലാത്ത ഒരു കാര്യം അതിലേർപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന മിസ്റ്റേക്കുകളാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. സമയങ്ങളിൽ നമുക്കത് കൂടുതൽ ഭംഗിയാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. എനിവേ, റിസൾട്ട് പറഞ്ഞ മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷാജി സാറ് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇടപെടലാണ് എല്ലാ കാര്യത്തിലും നടത്തിയിട്ടുള്ളത്. ഷാജി സാറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. തൊട്ട് ഇന്ന് വൈകുന്നേരം നമ്മുടെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നടക്കുന്ന സമയമാണ്. വൈകുന്നേരം നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ആണ്. അതിലും എല്ലാവരും പുതിയ ആളുകളുമായിട്ട് ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം അതിന്റെ ചെയ്തൊക്കെ കഴിക്കുന്നു. താങ്ക് യു.